ഒരു മിനിറ്റ് പ്രാർത്ഥനയോടെ തുടങ്ങാം. മൗന പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓക്കെ, നമ്മുടെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ ദേശീയ പ്രസിഡന്റ് സാഞ്ചേട്ടനെ ക്ഷണിക്കുന്നു. ഹലോ, ഓക്കെ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ആൾ. പ്രിയപ്പെട്ട പ്രസിഡന്റ് മധു കെ യു, സെക്രട്ടറി ജിയോൻ, ട്രഷറർ പ്രശാന്ത് മാധവൻ, KCA member Biju Yar, HPC Director Tunu Yohanan, senior coaches Rajagopal, Arun B, വേറെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ലിസ്റ്റിൽ മസർ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇന്ന് ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എനിക്ക് അറിയില്ല. സോ any other committee members, all club members, participants, വളരെയധികം സന്തോഷമുണ്ട്. സ്റ്റേറ്റ് ലെവൽ കഴിഞ്ഞ് നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് ആദ്യമായി IDCA ഇടുക്കി ക്രിക്കറ്റ് അസോസിയേഷൻ ഇങ്ങനൊരു മുൻകൈ എടുത്ത് കോച്ചസ് ക്ലിനിക്ക് നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് വളരെ സപ്പോർട്ടീവായി ചിനു ആൻഡ് ടീം അതിനെ ബാക്ക് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ വളരെ നന്നായി ഡിസ്ട്രിക്റ്റിൽ ഫുള്ളി നമുക്ക് ഈ ഒരു ഇൻട്രഡക്ഷൻ ഈ കോച്ചസ് ക്ലിനിക്ക് കൊണ്ടുവരണം. അതാണ് ടിനുവിന്റെ ഐഡിയ. ടിനു എൻ്റെ അടുത്ത് അത് ഷെയർ ചെയ്തിരുന്നു. ഇതിന്റെ കോച്ചസിനൊക്കെ പറയാനുള്ളത്, കോച്ചസ് ആണ് ബാക്ക് ബോൺ ഓഫ് ദ അസോസിയേഷൻ. എല്ലാ പ്ലേയേഴ്സിനെ വാർത്തെടുക്കുന്ന, പുതിയ തലമുറയിലുള്ള പ്ലേയേഴ്സിനെ വാർത്തെടുക്കുന്നതിൽ കോച്ചസിനുള്ള പങ്ക് വളരെ വലുതാണ്. അന്നേരം കോച്ചസ് കിട്ടുന്ന അറിവുകൾ അത് വളരെ വ്യക്തമായി വളരെ ഭംഗിയായി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കോച്ചസിന് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അവരുടെ വളരെ അവര് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദേ ഹാവ് ടു പങ്ക്ച്വൽ ആയിരിക്കണം. പിന്നെ അവര് കുട്ടികളോട് ഒരു 7:30 ടൈം പറഞ്ഞിട്ട് ദേ ഹാവ് ടു റീച്ച് ബൈ ഒരു 7:15 അവര് കാണണം അവിടെ. അല്ലാതെ വന്നോ നമുക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് ഞാൻ പുറകെ എത്താം എന്നുള്ള പറയുന്ന ചില ആറ്റിറ്റ്യൂഡ് കാണാറുണ്ട്. അത് ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും അവര് റോൾ മോഡൽ ആയിരിക്കണം. ഈ കുട്ടികൾക്ക് അവരൊരു റോൾ മോഡൽ ആയിരിക്കണം. അവര് ചെയ്യുന്ന കാര്യങ്ങളാണ് കുട്ടികൾ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ അധ്യാപകരെ പോലാണ്. നിങ്ങളെ സാർ എന്നാണ് വിളിച്ചു തുടങ്ങുന്നത്. അന്നേരം അധ്യാപകർക്ക് തുല്യമാണ്, അധ്യാപകരാണ്. അന്നേരം ആ ഒരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കണം. ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്ത മുൻകൈ എടുത്ത ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദനം അർപ്പിക്കും. എല്ലാ മെമ്പേഴ്സ്, എല്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, എല്ലാ ഓഫീസ് ബേയേഴ്സിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. താങ്ക് യു ചേട്ടാ. ഇങ്ങനൊരു ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ ഇതില് ഓൺലൈനിലേക്ക് വന്നതിന്. ഞങ്ങളിങ്ങനെ ക്യാമ്പ് അവിടെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റത്തില്ല. ഇങ്ങനെ ഓൺലൈൻ ആയതുകൊണ്ടാണ് വരാൻ സാധിച്ചത്. അതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ ശ്രീ തിയേറ്ററിന് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ശ്രീധരൻ എത്തിയിട്ടുണ്ടോ? ഇല്ല, സെക്രട്ടറി ഇല്ല. സെക്രട്ടറി എന്തോ തിരക്കിലാന്ന് തോന്നുന്നു. കണ്ടിന്യൂ. അപ്പം ഇനി നമുക്ക് അടുത്ത 2 വാക്ക് സംസാരിക്കാൻ നമുക്ക് നമ്മുടെ പ്രസിഡന്റ് ഉണ്ടോ?
കയറിയിട്ടുണ്ടോ? മധു? ചേട്ടനെയും കാണുന്നില്ല. ഇല്ല. ഇല്ല. ബിജു ഇല്ലേ? ബിജു നമ്മുടെ ശ്രീധേട്ടൻ ശ്രീജിത്ത് മ്യൂട്ടാണ്. ശ്രീജിത്ത് വന്നു. ശ്രീജിത്ത് സംസാരിക്കട്ടെ. ശ്രീധേടാ സംസാരിച്ചു. എല്ലാരും എത്തിയോ? സംസാരിക്കുക. തുടങ്ങി പ്രോഗ്രാം. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. ഇടുക്കി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓൺലൈൻ കോച്ചസ് ട്രെയിനിങ്ങിലേക്ക് എങ്ങനെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്വല്പം ലേറ്റ് ആയെന്ന് തോന്നുന്നു. അതാണ് പ്രോഗ്രാമിന്റെ ഷെഡ്യൂളിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല. എനിവേ എന്തായാലും കൊറോണ കാലഘട്ടത്തിൽ ഇത് കണക്കുള്ള ഓൺലൈൻ കോച്ചസും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് നമ്മൾ വളരെ ഏറെ പ്രാധാന്യം കൊടുത്തിരുന്നു. വിവിധ ആൾക്കാർക്ക് പ്രൊഫഷണൽസിനുള്ള ഓൺലൈൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കോച്ചിങ്. എനിവേ എന്തായാലും ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് ഇടുക്കി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന് പ്രത്യേക അഭിനന്ദനങ്ങൾ. എല്ലാം നല്ല രീതി വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ. മ്യൂട്ട്. താങ്ക് യു ശ്രീധേടാ, നമുക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നതിന്. ഷുവർ. താങ്ക് യു. ഓക്കെ. നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ പ്രസിഡന്റ് കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. സെക്രട്ടറി അവർക്കും പ്രശ്നം കാണും. അപ്പൊ നമ്മുടെ KC മെമ്പർ ബിജുവിനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. മ്യൂട്ട് മാറ്റണം. മ്യൂട്ട് മാറ്റണം. ഓക്കെ. കേൾക്കാലോ? ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ നമ്മുടെ സെനോൺ മുൻകൈ എടുത്തു. അത് മാത്രമല്ല, അതിനകത്ത് ടിനുവിന്റെ സഹകരണം, സാഞ്ചന്റെ സഹകരണം, ശ്രീജിത്തിന്റെ സഹകരണം, വളരെയധികം നന്ദി നമുക്ക്. ഞങ്ങള് ഈ കൊറോണ സമയത്ത് നമുക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ നമുക്കൊരു മാർഗമില്ല. തീർച്ചയായിട്ടും എല്ലാവിധ സഹകരണങ്ങളും KCA ഭാരവാഹികളോട് ഞങ്ങൾ പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു, പ്രത്യേകം ഞങ്ങളുടെ ടിനുവിനോട്. ഓക്കെ. താങ്ക് യു. സനൻ, ഞാനൊന്ന് വിഡ്രോ ചെയ്യാണ്. ടിനു, രാജഗോപാൽ, അരുൺ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ടിനു പറഞ്ഞ കണക്ക് നമുക്ക് ഡിസ്ട്രിക്ട്സിലെ ടിനു ഒന്ന് ഇൻഫോം ചെയ്യണം നമുക്കിത് നടത്താൻ. ഞാൻ എല്ലാവരും വിളിച്ചു പറയാം. ഇത് ഈ പ്രോസസ്സ് ഓൾ ദ ഡിസ്ട്രിക്ട്സിലേക്ക് അത് ഒന്ന് ചെയ്യണം നമുക്ക്. മനസ്സിലായില്ലേ? അതായത് ലൈവാകത്തുള്ളൂ. ഓക്കെ. ബൈ. താങ്ക് യു. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് നമ്മുടെ ഈ ക്യാമ്പിലേക്ക് ഈ കോച്ചിങ് ക്ലാസ്സിലേക്ക് നമുക്ക് ക്ലാസ് വരുന്ന നമ്മുടെ രാജഗോപാല്, അരുണ്, രാഹുൽ, പിന്നെ മസർ, ബിബിൻ, ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. ടിനുവിന്റെ വലിയൊരു സഹായമാണ്. എന്തായാലും നമുക്ക് ഇപ്പം ടിനു കയറിയ പിന്നെ നമുക്കൊരു അതിന്റെ ഒരു വ്യത്യാസങ്ങൾ കാണാനുണ്ട്. ടിനുവിന്റെ ഒരു ഇത് പറയുന്നതല്ല, ഒരു ക്രിക്കറ്റ് ഞാനെപ്പോഴും പറയുന്നത്, നമ്മള് ക്രിക്കറ്റ് കളിച്ചു വന്നവർക്ക് ഇതിനോട് എപ്പോഴും ഒരു താല്പര്യം കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു ഡെഡിക്കേഷൻ ടിനുവിന്റെ ഭാഗത്തു നിന്നാണ് എപ്പോഴും ഉണ്ട്. അപ്പം അതിന് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പം സെലക്റ്റീവ് ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഒത്തിരി പേരെ ഇതിനകത്ത് വെച്ചിട്ടില്ല നമ്മുടെ ക്ലാസ്സിലേക്ക്. ആ ഉള്ള ആൾക്കാരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് നമ്മുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ടും. ഇപ്പൊ ടിനു പറഞ്ഞാല് നമ്മുടെ കേരളത്തില് പ്രസന്നം പറഞ്ഞു, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺലൈൻ ഒരു കോച്ചിങ് ക്ലാസ് വെക്കുന്നത്. അത് ഇടുക്കി ജില്ലയാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ട് കുറച്ച്
പദ്ധതികളുണ്ട്. ഇപ്പൊ എന്നാലും കൊറോണയാണ്, ഒരു കുറച്ച് നാളത്തേക്ക് എന്തായാലും ഇങ്ങനെ ആക്ടിവിറ്റീസ് വരാൻ സാധ്യതകൾ കുറവായിരിക്കും. പിള്ളേരല്ലേ, അതുകൊണ്ട് കുറവായിരിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഓൺലൈൻ വഴിയുള്ള കുറച്ച് കാര്യങ്ങൾ അതിന് മുന്നോടി, ഇത് മാറുന്നതിന് മുന്നോടിയായിട്ട് ചെയ്തു വെക്കണം. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗമായിട്ട് ആണ് ഇതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ അതില് ഇത്രയും ചെയ്തു തന്ന ചിന്നുവിനും ടീമിനും ഞങ്ങളെ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പം അതേ പറയാനുള്ളൂ. ഈ ബാക്കി ഓക്കെ, താങ്ക് യു. താങ്ക് യു സെക്രട്ടറി സിനോൻ തോമസ്. ആദ്യം നിങ്ങളെല്ലാരും ഒന്നും കൂടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഫസ്റ്റ് പാർട്ടിസിപ്പൻസ്, ഓൾ കോച്ചേഴ്സ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പാർട്ടിസിപ്പൻസ് ആയ, കോച്ചസ് ആവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളാണ് ഈ കോഴ്സിന്റെ മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ആൾക്കാർ. സോ യു ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അപ്പൊ ഇതിനായിട്ട് സാഹചര്യം ഒരുക്കി തന്ന ഇടുക്കി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷന് വളരെയധികം അഭിനന്ദനങ്ങൾ നേരട്ടെ. ആദ്യം എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഒരു ഇൻട്രഡക്ടറി കോഴ്സ്, കോച്ചസിന് വേണ്ടിയിട്ടുള്ള ഇൻട്രഡക്ടറി കോഴ്സ് ചെയ്യുന്ന, ഓൺലൈൻ മാധ്യമത്തിലൂടെ ചെയ്യുന്ന ആദ്യത്തെ ഡിസ്ട്രിക്റ്റ് ആണ് IDCA. നമ്മൾ ലെവൽ O കോഴ്സുകളെല്ലാം നടത്താറുണ്ട്. ലെവൽ O ഈ ഇൻട്രഡക്ടറി കോഴ്സിന്റെ അടുത്ത ലെവലാണ് ലെവൽ O എന്ന് പറയുന്നത്. പക്ഷെ ഇൻട്രഡക്ടറി കോഴ്സ് എന്നുള്ളൊരു സങ്കല്പം ആദ്യം കൊണ്ടുവന്നത് ഇടുക്കി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ആണ്. സാഹചര്യങ്ങളും ഒരുക്കി തന്ന KCAക്ക് നന്ദി പറയട്ടെ. എല്ലാം കോച്ചസ്, ഇതിൽ പങ്കുചേരുന്ന എല്ലാം ഫാക്കൽറ്റി കോച്ചസ് KCAയുടെ സ്റ്റാഫാണ്, ഭാഗമാണ്. അതുകൊണ്ട് അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ സമയത്ത് ഈ കോഴ്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങളെല്ലാവരും, പാർട്ടിസിപ്പൻസ് ആയ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ അല്ലെങ്കിൽ ABCD എന്നൊക്കെ പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഈ അടുത്തൊരു 4 ദിവസം കേൾക്കാൻ പോകുന്നത്. പക്ഷെ ബേസിക്സ് എന്ന് പറയുമ്പോഴും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോച്ചിങ്ങിന്റെ പാഠങ്ങളും ആണ്. അപ്പൊ നിങ്ങൾ ഏത് ലെവൽ ഇന്ത്യൻ ടീമിൽ കോച്ച് ചെയ്യാൻ പോയാലും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ളത്. ഒരു കളിക്കാരന്റെ ബേസ് എന്ന് പറയുന്നത് അവന്റെ ബേസിക് ടെക്നീക്കാണ്, അവന്റെ സെറ്റപ്പ് അല്ലെങ്കിൽ ബിൽഡപ്പ് ആണ്, അവന്റെ ഫൗണ്ടേഷൻസ്. അതുപോലെ തന്നെ ഒരു കോച്ചിന്റെ ഫൗണ്ടേഷൻസ് ആണ് നിങ്ങൾ ഈ അടുത്ത 4 ദിവസം കേൾക്കാൻ പോകുന്നത്. സോ നിങ്ങൾ അതിനൊരു വാല്യൂ ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടാവും. പിന്നെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ, നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വഹിക്കാൻ പോകുന്ന കോച്ചസ് കേരള ക്രിക്കറ്റിൽ നിങ്ങളെ പോലത്തുള്ള കോച്ചസ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വളരും, അടുത്ത ലെവലിലേക്കൊക്കെ വളർന്നു വരും, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. പക്ഷെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കോച്ചസ് ആണ് KCA സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോച്ചസ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളാണ് ടാലന്റിനെ കണ്ടുപിടിക്കുന്നത്, നിങ്ങളാണ് ടാലന്റിന് ആ ബേസിക് അടിസ്ഥാനങ്ങൾ ഇട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് KCA സംബന്ധിച്ച്. ബിക്കോസ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടാലന്റ് നമുക്ക് കേരള ക്രിക്കറ്റിലേക്ക് കടന്നു വരണം, ആരും നഷ്ടപ്പെട്ടു പോകാതെ. അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയൊരു പങ്കുണ്ട്. ഓൾറെഡി നിങ്ങൾ കോച്ചിങ് ചെയ്യുന്ന കോച്ചസ് ആയിരിക്കും, കോച്ചിങ് ആദ്യമായിട്ട് കേൾക്കുന്ന കോച്ചസ് ആയിരിക്കും. എന്നിരുന്നാലും നിങ്ങളെ തീർച്ചയായിട്ടും വലിയൊരു പങ്ക് നിങ്ങൾക്ക് KCAക്ക് വേണ്ടി, കേരള ക്രിക്കറ്റിന് വേണ്ടി വഹിക്കാൻ കഴിയും, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ബേസിക്കലി കോഴ്സസിന്റെ കാര്യങ്ങൾ പറയാൻ, ബേസിക് ഗൈഡ് ലൈൻസ് ഒന്ന് ഫോളോ ചെയ്യുക. കോഴ്സ് നടക്കുമ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലത്. എന്നുവെച്ചാൽ നെറ്റ് കണക്ഷൻ സ്ട്രോങ് ആയിരിക്കത്തില്ല. സ്ട്രോങ് ആയപ്പോൾ നമ്മൾ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ നെറ്റിന്റെ ഇത് ഊർജം കുറയാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് നേരത്തേക്ക്. ബിക്കോസ് 3 hours നമ്മൾ കോഴ്സ് നടത്തുകയാണ്. അപ്പം നല്ല സ്ട്രോങ് നെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് വീഡിയോ ഓഫ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്.
മ്യൂട്ടും ചെയ്തു വെക്കണം. അത് ബേസിക് ഗൈഡ് ലൈൻസ് നേരത്തെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഫോളോ ദാറ്റ്. അതർവൈസ് ടൈമിംഗ്, അത് കാര്യം ടൈമിംഗ് ആണ്. ഇന്ന് എല്ലാവരും കറക്റ്റ് ടൈമിന്, മിക്കവരും കറക്റ്റ് ടൈമിന് എത്തി. താങ്ക് യു ഫോർ ദാറ്റ്. ഈ അടുത്ത 5 ദിവസവും ആ ടൈം ഒന്ന് പാലിക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ആൻഡ് ഈ സമയത്ത് എനിക്ക് ഒരാളെ വിട്ടുപോയി. നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞപ്പോൾ തൊട്ട് നമ്മുടെ കൂട്ടത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ലെവൽ 1 കോച്ച് പയസാണ്. പയസിന്റെ കാര്യം എടുത്ത് പറയാൻ വിട്ടുപോയി. എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്ത് നമ്മുടെ പയസാണ്. അപ്പം പയസിനെ ഞാൻ പ്രത്യേകം ഒന്ന് എടുത്തു പറയുന്നു. പുള്ളിയാണ് എല്ലാം നമുക്ക് വേണ്ടി ഇപ്പൊ ഡിസ്ട്രിക്ട് ഈ ലെവലിൽ എല്ലാം ചെയ്തു തന്നത്. അപ്പം പ്രത്യേകം ഞാൻ പയസിനൊരു താങ്ക്സ് പറയുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ പയസിനെ തന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പയസ് ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് എല്ലാരെയും ഒന്ന് കാണിക്കുകയാണെങ്കിൽ പയസിനെ എല്ലാവർക്കും കാണാൻ പറ്റും. പയസ്, thank you Payas. Just give a self introduction of yourself. Thank you. Hi all, I am Payas K. Joseph. ഞാൻ പണ്ട് കുറച്ച് നാൾ മുമ്പ് ഇവിടെ തന്നെ KCA തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് 4 years ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബാക്ക് ടു KCA ഇപ്പോൾ അതിനായിട്ട് വന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതുപോലൊരു ഓൺലൈൻ കോഴ്സിൽ പങ്കെടുക്കാനും നമ്മുടെ ടാലന്റ് കണ്ടെത്താനും. അപ്പോൾ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫ്യൂച്ചറിലും നമ്മുടെ ഡിസ്ട്രിക്റ്റിന് തന്നെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പയസ്. അടുത്തതായി നമ്മുടെ ഫാക്കൽറ്റീനെ, ടീച്ചിങ് ഫാക്കൽറ്റീനെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി KCA മോസ്റ്റ് ഒരു സീനിയർ ആയ ഒരു കോച്ചിനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മിസ്റ്റർ രാജഗോപാൽ. രാജഗോപാൽ sir, please introduce yourself. Thank you, Tinu. Morning all. Myself Rajagopal. ഞാൻ 2011 മുതൽ KCA കോച്ച് ജോലി ചെയ്യുന്നുണ്ട്. 2005 ലെവൽ 2 പാസ്സായി. ആ വർഷം തന്നെ അണ്ടർ 15 കാണുന്നില്ലേ? കാണുന്നുണ്ടോ? കാണാൻ. ഓക്കെ. 2005 മുതൽ സ്റ്റേറ്റ് അസൈൻമെന്റ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 13 years സ്റ്റേറ്റ് അസൈൻമെന്റ് ചെയ്യുന്നുണ്ട്. കിട്ടി. താങ്ക് യു KCA. ഇവിടെ KCA കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പാർട്ട് വിത്ത് ടീം കോച്ചും എന്താ പറയാ അക്കാഡമിക് കോച്ചായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അത് പല പ്ലേസ് യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുകയാണ്. നോക്കാം. ഇന്നത്തെ ഇത് ഇടുക്കി അസോസിയേഷനിലെ എല്ലാ ന്യൂ കോച്ചസിനും മൈ വാം വെൽക്കം ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രാജേട്ട. അടുത്തതായി കോച്ച് മസർ മൊയ്തുനെ ഞാൻ ക്ഷണിക്കുന്നു ഫോർ എ സെൽഫ് ഇൻട്രൊഡക്ഷൻ. പ്ലീസ് മസർ. Thank you Tinu sir. Respected President Idukki District Cricket Association and Secretary Zinon sir and my dear colleagues, senior coaches of Kerala Cricket Association and all the aspiring coaches from Idukki District Cricket Association. First of all, I would like to appreciate and congratulate Idukki District Cricket Association for taking the effort for this initiative, introductory coaches course through online for the first time in Kerala. എന്നെ കുറിച്ച് വളരെ ചെറുതായിട്ട് ബ്രീഫ് ചെയ്യാം. മൈസെൽഫ് മസർ മൊയ്ദ് ആൻഡ് ഫ്രം തലശ്ശേരി. 2007 ലെവല് ക്ലിയർഡ് ആയതാണ്. 2008 ഓൺവേർഡ്സ് ഐ എം വർക്കിംഗ് വിത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. കഴിഞ്ഞ 10 വർഷമായി ഡിഫറെൻറ്റ് കാറ്റഗറീസ് റൈറ്റ് ഫ്രം അണ്ടർ 14 ടു രഞ്ജി ട്രോഫി സ്റ്റേറ്റ് അസൈൻമെന്റ്സ് ചെയ്യുന്നുണ്ട്. ഇൻ 2011 I have cleared level B. In 2012 I have done a specialized course in National Cricket Academy in fielding. അപ്പോൾ എനിക്ക് പറയാനുള്ള ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ചസിനെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സാണ്. ഇവിടുന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് മുകളിലോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള നമുക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ദിസ് ബഞ്ച് ഓഫ് കോച്ചസിന് വലിയ റോളുണ്ട് കേരള ക്രിക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വഹിക്കാനുള്ളത്. നിങ്ങളാണ് ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷനിൽ മെയിൻ ഒരു റോൾ വഹിക്കേണ്ടത്. അതേപോലെ തന്നെ മുകളിലോട്ടുള്ള ഫീഡിങ് നന്നാക്കാനും വേണ്ടിയിട്ടുള്ള റോൾ വഹിക്കേണ്ട ബഞ്ച് ഓഫ് കോച്ചസ് ആണ്. സോ ഈ വരുന്ന 4 ദിവസം ഫാക്കൽറ്റീസ് എടുക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ കേൾക്കാനും അത് മനസ്സിലാക്കാനും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനും നമുക്ക് ഒരുമിച്ച് ലേൺ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഈ ടൈം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ഐ എം വിഷിംഗ് യു ഗൈസ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. താങ്ക് യു മസർ. അടുത്തതായിട്ട് ജിതിൻ ഫ്രാൻസിസ്.
ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ജിതിൻ. ഗുഡ് മോർണിംഗ് ഓൾ കോച്ചസ്. എൻ്റെ പേര് ജിതിൻ ഫ്രാൻസിസ്. ഞാൻ കോട്ടയം സ്വദേശിയാണ്. 2009 ലെവൽ എ പാസ്സായി. അതിനുശേഷം KCA അക്കാഡമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ KCA മാന്നാനത്തുള്ള അക്കാഡമിയിലാണ് കറണ്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ടർ 23 കാറ്റഗറിയിൽ 3 വർഷം അസിസ്റ്റന്റ് കോച്ചായിട്ട് രാജഗോപാൽ സാറിന്റെ കൂടെ 3 വർഷം അസിസ്റ്റന്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തു. അണ്ടർ 16 കാറ്റഗറിയിലും സ്റ്റേറ്റ് കാറ്റഗറിയിലും അസിസ്റ്റന്റ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ഒരു കോഴ്സിൽ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇടുക്കി ഡിസ്ട്രിക്ട് അസോസിയേഷനെ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. സനോൻ സാർ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ജിതിൻ. അടുത്തതായി അരുൺ NB ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സെൽഫ് ഇൻട്രൊഡക്ഷൻ. Hi all, good morning all of you. Respected Secretary Sinon Thomas, Tini Chetan, Rajagopal sir, Masar, Jidin, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ 4 ദിവസത്തെ ഒരു കോഴ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കോഴ്സിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് കാര്യങ്ങൾ ലേൺ ചെയ്യുക, കറക്റ്റായിട്ട് ലേൺ ചെയ്യുക. നമ്മൾ ഒരുമിച്ചാണ് ലേൺ ചെയ്യുന്നത്. ഞങ്ങൾ ലേൺ ചെയ്യുന്നു, ഈ കോഴ്സിലൂടെ ഞങ്ങൾ ലേൺ ചെയ്യുന്നു, അതുപോലെ തന്നെ നിങ്ങളും ലേൺ ചെയ്യുന്നു. അപ്പം നല്ല പോസിറ്റീവ് സെൻസോടുകൂടി ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് അരുൺ. ഞാൻ മാന്നാനം സ്റ്റേറ്റ് ക്രിക്കറ്റ് അക്കാഡമിയിൽ ജോലി ചെയ്യുന്നു. ലാസ്റ്റ് ഇയർ അണ്ടർ 19 വുമൺസ് കോച്ചായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അരുൺ. അടുത്തതായിട്ട് രാഹുൽ ദാസ് തലശ്ശേരി കോച്ചിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഫോർ സെൽഫ് ഇൻട്രൊഡക്ഷൻ. യെസ് രാഹുൽ. Good morning, everyone. I am from Talsheri. Past 3 years, I am working for KCA, and past 2 years, I worked with KCA academies. And first year, 2016-17, I worked with under 16 Kerala team for as strength and conditioning coach. I'm happy with KCA. KCA is doing such a great job here to help coaches and promoting coaches and working, giving a great opportunity to coaches. And I'm wishing everyone all the best for this venture. Thank you. Thank you all coaches for the introduction. Hope I have not missed out on anyone. Rajagopal sir കൂടുതലും റോൾ ഓഫ് ദ കോച്ച് അല്ലെങ്കിൽ തിയറി ആസ്പെക്ട് ആയിരിക്കും കവർ ചെയ്യുന്നത്. Mazhar will be covering fielding aspect, and Arun NB will be covering batting. Jitin Francis will be taking care of spin bowling, and Rahul Das will be taking care of the fitness aspect. അപ്പോൾ എല്ലാം കോച്ചസിനും അവരുടേതായ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. So they will be covering those specialities for you, and I will be taking fast bowling for you. All right. So ഞങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഈ കോഴ്സിലേക്ക് കടന്നു വരുന്നത്. We believe that all of you participants also share the same excitement. അപ്പൊ നമുക്ക് പതുക്കെ കോഴ്സിലേക്ക് കടക്കാം. പാർട്ടിസിപ്പൻസ് ഞങ്ങള് മീൻവൈൽ നിങ്ങളെ ഈ ഓൺലൈൻ ഇതിലേക്കൂടെ തന്നെ അറിഞ്ഞോളാം. ഓക്കെ, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ സമയം വളരെയധികം കടന്നുപോയി. സോ നമുക്ക് ഈ കോഴ്സിന്റെ ആ കാലാവധിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും തമ്മിൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. So thank you so much. So let's get on with the course. So we'll start in another 3 minutes. Okay, so 2-3 minutes. So നിങ്ങൾക്ക് ഒരു ക്വിക്ക് ടോയ്ലറ്റ് ബ്രേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാവുന്നതാണ്. We'll start the course in by 9:30. It's 9:27 now. 9:30. We'll start the course. Okay. Thank you all. Thank you, Secretary Sinon Bhai. Thank you so much. So all the very best. Okay, thank you. Okay. Data ready ആയിക്കോ. Presentation upload ചെയ്തോ. Okay.
ഏട്ടാ കാണുന്നുണ്ട്? ആ കേക്കാവോ? കേക്കാം. ഇപ്പൊ സ്ക്രീൻ പോയല്ലോ പ്രസന്റ് ചെയ്ത്. ഒന്നുമില്ല ഇപ്പോ. കാണുന്നുണ്ട്? നസറ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല ഇല്ല കാണുന്നില്ല. ചെയ്യാമോ? പ്രസന്റ് ചെയ്യാമോ? നോക്കട്ടെ ഒരു ഉണ്ട് ചെയ്തോണ്ടിരിക്കുക. ആ ഇത് നടക്കൂലേ? കാണാവോ? വരുന്നേ ഉണ്ടാവുള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്യാം. പ്രസന്റ് നൗ കൊടുത്തിരുന്നോ? ചെയ്തോണ്ടിരിക്കുക. ദിലീപ് ചെയ്തോണ്ടിരിക്കുക. ദിലീപ് ഉണ്ടോ അടുത്ത്? ദിലീപ് ഉണ്ടോ? ചെയ്തോണ്ടിരിക്കുക. വരുന്നുണ്ട്. ഒന്ന് ഫുൾ സ്ക്രീൻ ഇടാമോ? ഫുൾ സ്ക്രീൻ ഓപ്ഷൻ ആ സ്ലൈഡ് ഷോ നോക്കിയിട്ട്. യെസ്. ഓക്കെ താങ്ക് യു. രാഹുല് മ്യൂട്ട് ചെയ്യണേ. രാഹുൽ മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. സോ കോച്ചസ്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇറ്റ്സ് അബൌട്ട് റോൾ ഓഫ് എ കോച്ച്. അപ്പൊ നമ്മളെല്ലാവരും കോച്ചസ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മുടെ റോൾ എന്താണ്? നമ്മളെ എല്ലാം ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മുടെ റോള് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ കടന്നു പോകുന്ന മേഖലകൾ. അപ്പൊ കോച്ച് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ റോൾ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ രാജഗോപാൽ സാർ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ ഏട്ടാ, ഓൺ ടു. ഓക്കെ, താങ്ക് യു ടിനോ. ഈ റോൾ ഓഫ് എ കോച്ച് എന്നുള്ള പേര് തന്നെ നമുക്ക് അതിന്റെ ഒരു എന്താണ് മീനിങ് മനസ്സിലാക്കി അതിന്റെ ഒരു 17 സബ് ടോപ്പിക് ആയിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ളതാണ് നമ്മുടെ SPCയുടെ ഒരു എന്താണ് നമ്മുടെ പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് നമ്മൾ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. വളരെ മിനിമൽ അല്ലെങ്കിൽ ഒരു ബേസിക് ക്ലിയർ കട്ട് ഒരു പ്രസന്റേഷൻ ഇത് ചെയ്തിട്ടുള്ളത്. 17 സബ് ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലെവലിലോട്ട് പോക്കാം. വാട്ട് ഈസ് കോച്ചിങ്? ഒരു മിനിറ്റ്. ഓക്കെ, വാട്ട് ഈസ് കോച്ചിങ്? കോച്ചിങ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതൊരു എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. കോച്ചിങ് ഇസ് എ മെത്തേഡ് ഓഫ് ഡയറക്ടിങ്, ഇൻസ്ട്രക്ടിങ് ആൻഡ് ട്രെയിനിങ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ദ എയിം ടു അച്ചീവ് സം ഗോൾസ് ഓർ ഡെവലപ്പ് ടു സ്പെസിഫിക് ഗോൾസ്. ഇത് നമുക്ക് വാട്ട് വി ആർ ഏൺഡ് അന്നോ സീനിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇത് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മുടെ ജനറൽ നെക്സ്റ്റ് ലെവൽ ക്രിക്കറ്റേഴ്സ് അല്ലെങ്കിൽ ബഡിങ് എലമെന്റ്സിന് നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, ഡയറക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻസ്ട്രക്ട് ചെയ്യുന്നു, ഹൗ ടു ഡു ട്രെയിൻ ചെയ്യുന്നു. ജസ്റ്റ് വാട്ട് ആർ ദ ബേസിക് തിങ്സ് വി ഹാവ് ടു ഡു, ബാറ്റിംഗ്, ബോളിംഗ്, ഫീൽഡിംഗ്, സ്കില്ലിംഗ്, എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മൾ പറഞ്ഞ് നമുക്കുള്ള ഷെയർ കിട്ടിയ കാര്യങ്ങൾ നമ്മൾ അവർക്ക് ജസ്റ്റ് ഫോർ നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ പാസ് ഓൺ ചെയ്യാനുള്ളതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. വിത്ത് എയിം ടു അച്ചീവ് സം ഗോൾസ് ഓർ ടു ഡെവലപ്പ് സ്പെസിഫിക് ഗോൾസ്. വിത്ത് മിനിമം നമ്മളൊരു ഡിസ്ട്രിക്ട് പ്ലെയറോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്ലെയറോ ഇന്ത്യൻ പ്ലെയർ ഒരു നെക്സ്റ്റ് ലെവൽ ക്രിക്കറ്റേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇന്റൻഷൻ. അതിന്റെ ഒരു ഇതായിട്ടാണ് ഇത് കോച്ചിങ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, what's the aim of coaching? Is to produce better players, to make better teammen, to make better sportsmen and to make better citizens. ജസ്റ്റ് ഈ പ്രോഗ്രാം തന്നെ നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്യാം. വാട്ട്സ് ദ എയിം ഓഫ് ദിസ് പ്രോഗ്രാം? ഈ ഇടുക്കി അസോസിയേഷൻ ഉദ്ദേശിക്കുന്നതാണ്. ഞാൻ ഇടുക്കി അസോസിയേഷൻ കേട്ടിട്ടുള്ളതിൽ 1-2 കോച്ചസ് കേട്ടിട്ടുള്ളൂ. ഒന്ന് പയസ്, അനിൽ, അങ്ങനെ ഷുക്കൂറിന്റെ പേര് കേട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ല. ഇങ്ങനെ 2-3 പേരിലേ കേട്ടിട്ടുള്ളൂ. ബട്ട് അവരിപ്പോ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 17-20 തോന്നുന്നില്ലേ, ഇവരെ വെച്ചിട്ട് ഇവരെ നമ്മുടെ KCCയുടെ സീനിയർ കോച്ചസ് ട്രെയിൻ ചെയ്യിച്ച് അവരെ കൊണ്ട് ജൂനിയർ ബഡിങ് ക്രിക്കറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് നോക്കി, ടു പ്രൊഡ്യൂസ് ബെറ്റർ പ്ലേയേഴ്സ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ KCCയിലെ എല്ലാ കോച്ചസിനെ അവിടെ വന്ന് എല്ലാവരെയും ട്രെയിൻ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല, അല്ലെങ്കിൽ അതിലുള്ള പ്രാക്ടിക്കലി നടക്കാത്തതുകൊണ്ട് അവിടുത്തെ ഒരു ഇൻട്രസ്റ്റഡ്, പാഷനേറ്റ്, യങ് ചാപ്സിനെ സെലക്ട് ചെയ്ത് അവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യിപ്പിച്ച് അവരിലോട്ട് കൊണ്ടുവന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ക്രിക്കറ്റേഴ്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ അവർ ഉദ്ദേശിച്ചുള്ളത്. അതൊരു പ്രോഗ്രാമിനെ നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ടു മേക്ക് ബെറ്റർ ടീം മാൻ. ഒരു ക്യാരക്ടർ വൈസ് ഒരു മേ ബി ഇപ്പോൾ എല്ലാവരും എല്ലാ ഫാമിലിയിലും മിനിമൽ മെമ്പേഴ്സ് ഉണ്ടാവത്തുള്ളൂ, മിക്ക 1 or 2 ചിൽഡ്രൻ ഉണ്ടാവത്തുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ 4-5 പേരുണ്ട്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ അവർക്കൊരു
ഷെയറിംഗ് മെന്റാലിറ്റി അല്ലെങ്കിൽ അവർക്കൊരു എന്താണ് ഹെൽപ്പിംഗ് ഹാൻഡ് കൂടി. ഇപ്പോഴെല്ലാം മറ്റേ അമൂലിലോ മിനിമം ആൾക്കാരേ ഉള്ളൂ, 1-2. അപ്പോഴത്തേക്ക് ഒരു ടീം മാൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മേ ബി ഒറ്റ വാക്കോടെ സെൽഫിഷ് അങ്ങനെ ആയിപ്പോ. അതിൽ ഒരു കോമൺ ആയിട്ട് എല്ലാവരും ഇത് ചെയ്ത് ജെല്ല് ചെയ്ത് ഒരു ടീം ഗെയിം എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് നമുക്ക് കൂടെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും ഇതിൽ കൂടെ. ആൻഡ് ടു മേക്ക് എ ബെറ്റർ സ്പോർട്സ് പേഴ്സൺ ആൻഡ് എ ബെറ്റർ സിറ്റിസൺ. അതായത് ഈ ലെവലിൽ അപ്പോൾ നമ്മൾ ഈ 100% ആയിട്ട് കോച്ച് ചെയ്യുന്ന എല്ലാ കുട്ടികളെയും നമുക്കൊരു ഇന്ത്യ ലെവൽ എയിം ചെയ്തെങ്കിലും എല്ലാവരും ആ ലെവൽ എത്തിയില്ലെങ്കിലും ടു മേക്ക് എ ബെറ്റർ സിറ്റിസൺ ആൻഡ് ടു ഡെവലപ്പ് അവർ കൺട്രി അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ഒരു നല്ലൊരു ഇതിലോട്ട് എത്തിക്കുക എന്നുള്ളത് നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഓക്കെ, എ കോച്ച് ഷുഡ് ബി എന്താ പറയുക, ഒരു 5-6 ഇത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ആയിരിക്കണം, അതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത്. ഹി ഷുഡ് ബി എ ടീച്ചർ, ഹി ഷുഡ് ബി എ മോട്ടിവേറ്റർ, ഹി ഷുഡ് ബി ലീഡർ, കമ്മ്യൂണിക്കേറ്റർ, മാനേജർ, ട്രെയിനർ, സൈക്കോളജിസ്റ്റ് ആൻഡ് സ്റ്റുഡന്റ്. ഇങ്ങനെ അതൊരു ഉണ്ട്. ആൻഡ് എ ചാൻസ് ടു ബി എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ പ്ലേയേഴ്സ് ആൻഡ് ദർ ലൈഫ്സ്. ഓക്കെ, കോച്ച് മേ ബി നമുക്ക് അവർക്ക് അറിയാത്തവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി വി ഷുഡ് ബി ഇൻ എ ടീച്ചർ റോൾ. അവർ ബേസിക്സ് ഫ്രം ദ ഈസ് ബാറ്റിംഗ്, ബൗളിംഗ്, വാട്ടർ ഇറ്റ് ഈസ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഓട്ടോമാറ്റിക് നമ്മൾ ടീച്ചർ റോൾ വരെയാണ്. അത് നമ്മൾ ക്ലിയർ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ഫോർ ദാറ്റ് നമ്മൾ എന്ത് വേണം, വി ഷുഡ് ലേൺ. നമ്മൾ അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഡെപ്ത് കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ഇതിലോട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്തിട്ട് നമ്മൾ വി ഷുഡ് ടീച്ച് ദം. അപ്പോൾ നമ്മൾ ടീച്ചർ റോൾ ആക്കി കഴിഞ്ഞു. സെക്കൻഡ്, മോട്ടിവേറ്റർ. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളെ നമ്മൾക്ക് ഏറ്റവും എളുപ്പം വെച്ചാൽ മറ്റുള്ളവർ ഉപദേശിക്കാന്നുള്ള ഏറ്റവും എളുപ്പകാരാണ്. ചില സമയം ആൾക്കാർ എപ്പോഴാണ് നമ്മുടെ അടുത്ത് വരുന്നത്, അവർക്ക് എന്തെങ്കിലും കഷ്ടപ്പാടോ എന്തെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ്സ് അല്ലെങ്കിൽ സെക്കൻഡ് എന്താ പറയുക ഡബിൾ തിങ്കിങ് എന്തെങ്കിലും ഉണ്ടപ്പോൾ വരും. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി അവരെ ഒരു പോസിറ്റീവ് വേയിൽ കൂടെ കിടന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അത് ഭയങ്കര, എസ്പെഷ്യലി ഇൻ സ്പോർട്സ് ഇതിൽ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു മോട്ടിവേഷനിൽ ഭയങ്കര ഫാക്ടർ ഉണ്ട്. പഠിപ്പിച്ച് എത്ര നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ അവർക്കൊരു ഡൗട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മൾ അവരെ പോസിറ്റീവ് വേയിലോട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ആൻഡ് വി ഷുഡ് ബി ലീഡർ. ലീഡർ എന്നുള്ളത് നമ്മൾ വി ഷുഡ് ലീഡ് ഫ്രം ദ ഫ്രണ്ട്. നമ്മൾ ബാക്കിൽ നിന്നിട്ട് അങ്ങനെ ചെയ്ത് പറയാം. ഡെഫിനറ്റ്ലി നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട്, ഫീൽഡ് മീൻസ് വാട്ടർ ഇറ്റ് ഈസ്, നമ്മളിത് ഐദർ കോച്ചിങ് പാറ്റേൺ ആണെങ്കിൽ പോലും അവരുടെ പേഴ്സണലിലാണെങ്കിലും അവർക്കൊരു സെലക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ പോകുമ്പോഴാണെങ്കിൽ അവർ എന്തെങ്കിലും രീതിയിൽ നമുക്ക് വാട്ട് എവർ വി ആർ ഗെയിൻ അത് നമ്മളൊരു ലീഡർ റോളിൽ ഇരുന്ന് ഫ്രണ്ടിൽ നിന്ന് അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ആൻഡ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നമ്മൾ അവരെന്ത് ചോദിച്ചാലും അതിന് കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഒരു ഹാഫ് പറഞ്ഞു നിർത്തിയിട്ട് അങ്ങനെ പോകാൻ പാടില്ല. അവർ ചോദിക്കുന്നതിന് അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരെ സംസാരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് പക്കായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് നമ്മളുള്ള കോൺഫിഡൻസ് കൂടത്തുള്ളൂ. ആൻഡ് മാനേജർ റോൾ പറഞ്ഞാൽ നമ്മളൊരു കോച്ച് ചെയ്യുമ്പോൾ പക്ഷെ ഗ്രൗണ്ടിൽ അത് ചെയ്തു കം ടു ഗ്രൗണ്ട് ഡു വാട്ടർ ഇറ്റ് ഈസ് അങ്ങനെ ചെയ്ത് പോകുന്നില്ല. നമ്മൾ അതിനു മുമ്പേ കാര്യങ്ങൾ മാനേജ് ചെയ്ത് എന്തൊക്കെ ഫെസിലിറ്റി അവിടെ ഉണ്ടോ അതിനെപ്പറ്റി നമ്മളൊരു ഓവറോൾ വ്യൂ ഡെവലപ്പ് ചെയ്ത് അത് ചെയ്യാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്ലേയേഴ്സിനിടയിലോ എന്തെങ്കിലും നമുക്കൊരു എന്താണ് ഒരു വെയിറ്റേജ് അല്ലെങ്കിൽ നമ്മളൊരു കോൺഫിഡൻസ് അവർക്ക് കിടത്തുള്ളൂ. ആൻഡ് വി ഷുഡ് ബി എ ട്രെയിനർ ഓൾസോ. നമുക്ക് എല്ലായ്പ്പോഴും സ്റ്റേറ്റ് അസൈൻമെന്റ് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രെയിനർ, ഫിസിയോ, അസിസ്റ്റന്റ് കോച്ച് എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു അക്കാഡമി വർക്കാണെങ്കിൽ മേ ബി നമ്മൾ 2 കോച്ചസ് 1-2 കോച്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി 15 to 20 പ്ലേയേഴ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ട്രെയിനിങ് ആസ്പെക്ട് നോക്കണം, കോച്ചിങ് ആസ്പെക്ട് നോക്കണം. അതിനു മുമ്പെയാണ് നേരത്തെ മാനേജർ ആസ്പെക്ട്. അവിടെ എല്ലാ ഫെസിലിറ്റീസ് നമ്മൾ 6:30 ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഷെഡ്യൂൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് 6:50 നമ്മളിവിടെ എത്തുക, കാര്യങ്ങൾ ഓർഗനൈസ്ഡ് ആണ്. നമ്മുടെ കോൺസ്, നമ്മുടെ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതോ അതിലടങ്ങിയ ഗ്രൗണ്ട് വെയിറ്റ് കണ്ടീഷനാണോ, ഡ്രൈഡ് ആണോ, നമുക്ക് നമ്മുടെ നെറ്റ്സ് ഇട്ടിട്ടുണ്ടോ, വിക്കറ്റ് ഉണ്ടോ, ഗ്രൗണ്ട് ആക്ടിവിറ്റി ചെയ്ത സ്ഥലമുണ്ടോ, അതിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അത് മാൻഡേറ്റ് ട്രെയിനിങ് നോക്കും. അതിൽ നമ്മൾ ട്രെയിനിങ് എക്സ്പെർട്ട് നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും. കുറച്ച് ജനറൽ നോഹോ വെച്ചിട്ട് 100% നമുക്ക് ട്രെയിനറുടെ റോൾ ഒന്നും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ട്രെയിനിങ് ഉള്ളത് ഞാൻ കുറച്ച് എൻ്റെ വ്യൂസിൽ ട്രെയിനിങ് ബിറ്റ് ടഫാണ്. അതിലൊരു അതിന്റെ ടേംസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഒരുപാട് അതിന്റെ പുറകെ വർക്ക് ചെയ്യേണ്ടി വരും. നോട്ട് ആൻ ഈസി തിങ്. ചില അവിടെ
ഫിറ്റ്നസ് പ്രോഗ്രാം ചെയ്യുന്നതിലോ അത് വെച്ചിട്ട് നമ്മൾ അവർക്ക് ഷെഡ്യൂൾ കുട്ടികളിലേക്ക് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ ജനറൽ നോഹോ ഉണ്ടാക്കിയെടുത്ത് ഇത് കുറച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് വി ഷുഡ് ബി എ ഗുഡ് ട്രെയിനർ ഓൾസോ. അതിന്റെ സൈക്കോളജിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കുട്ടിയെടുത്ത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ഒരു മെന്റൽ ആസ്പെക്ട് നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവനെ എപ്പോഴും ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വരുമ്പോഴവൻ ഒരു 100 സംശയം കൊണ്ടായിരിക്കണം. എത്ര ചില ഓരോ വളരെ പ്ലേയേഴ്സ് കൺവിൻസ്ഡ് ആവാത്ത ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അവരപ്പോൾ നമ്മൾ പെട്ടെന്ന് സംസാരിച്ച് അവരെ മെന്റൽ ആസ്പെക്ട് എന്താണെന്ന് ടക്കാന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു എബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് കഴിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താണ് അവൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവൻ്റെ ഒരു എന്താ പറയാ ഡൗട്ട്, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുത്ത് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അത് ടൈം വേസ്റ്റ് ചെയ്യാതെ മിനിമം ടൈമിൽ മാക്സിമം ഔട്ട്പുട്ട് എടുക്കാനുള്ള ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് വി ഷുഡ് ബി സ്റ്റുഡൻറ് ഓൾസോ, ബിക്കോസ് എവറി ഡേ വി ആർ എന്താ പറയാ വാച്ചിങ് ഡിഫറെന്റ് പീപ്പിൾ. ഒരു അവർ പലരും പല ഡിഫറെന്റ് ടൈപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ പഠിച്ച് അവരെ പെട്ടെന്ന് ലേൺ ചെയ്ത് അവരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് മിനിമം ടൈമിൽ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് എ ചാൻസ് ടു ബി എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ പ്ലേയേഴ്സ് ആൻഡ് ദെയർ ലൈഫ്സ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ നമ്മളെ പല പ്ലേയേഴ്സ് നമ്മളെ സ്റ്റുഡൻസ് ഉള്ളവർ നമ്മളെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടാവും. മേ ബി ക്ലോസ് അല്ലെ ഇവ എന്നാലും അവർ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നാലും അവര് അപ്പുറം മാറിയിരിക്കും. പക്ഷെ നമ്മൾ അവർ വളരെ വാച്ച് നമ്മുടെ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് പ്ലേയേഴ്സിൽ അവരുടെ ലൈഫിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വി ഷുഡ് ബി സ്ട്രേറ്റ് ഫോർവേഡ്, പങ്ക്ച്വൽ, ഡിസിപ്ലിൻ, അതെല്ലാം മാറ്റേഴ്സ്. ഷുഡ് ബി ഗുഡ് ഹ്യൂമൻ ബീയിങ് എല്ലാം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പബ്ലിക്കിൽ അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് പ്ലേസ് നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടത്തുള്ളൂ. വി ഷുഡ് വർക്ക് ഫോർ ദം. ഓക്കെ, ഇതാ വരുന്നില്ല. ഒരു മിനിറ്റ്, കിട്ടുന്നില്ല. ഒരു മിനിറ്റ്, 2 വർഷത്തേക്ക് സോറി. ഓരോ ലൈനായിട്ട് വരും. ഓക്കെ. എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് എ ഗൈഡ്. ഓക്കെ, അതിൽ ഒരു നെക്സ്റ്റ് സബ് ടോപ്പിക് ആണ് എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് എ ഗൈഡ്. അതിലെ റോൾ ഓഫ് ദ കോഴ്സ് അസിസ്റ്റ് ഇൻ ഇംപ്രൂവിംഗ് സ്കിൽസ് ആൻഡ് എൻഹാൻസിങ് പേഴ്സണൽ പെർഫോമൻസ്. നമ്മൾ ബേസിക്സ് പഠിക്കുമ്പോൾ അതിൽ സ്കിൽസിൽ ഇത് എൻഹാൻസ് പേഴ്സണൽ പെർഫോമൻസ്. സ്കിൽ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അവരൊന്ന് ബ്രഷ് ചെയ്യണം. ബേസിക്സ് ഡെഫിനറ്റ്ലി ചിലപ്പോൾ നമ്മുടെ കിട്ടുന്നത് ബിഗിനേഴ്സ് ആവാം, അല്ലെങ്കിൽ മേ ബി സ്റ്റേറ്റ് പ്ലേയേഴ്സ് ആവാം, മേ ബി ഡിസ്ട്രിക്ട് പ്ലേയേഴ്സ് ആവാം. അപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്ത് പ്ലേയേഴ്സ് വിൽ ബി ഇൻ ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വേസ് എല്ലാം ഉള്ളവരായിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ കൂടെ ഓൺ ടു ഓൺ ചെയ്തിട്ട് അവരുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയും ആൻഡ് ആഡ്സ് ടു എൻഹാൻസ് ഡെവലപ്പ് ചെയ്യാൻ പേഴ്സണൽ പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ആൻഡ് സ്ട്രെങ്തൻ ദ ടീം സ്പിരിറ്റ് ആൻഡ് ഇമ്പോർട്ട് ഡിസിപ്ലിൻ ഇൻ ദ ടീം സ്പിരിറ്റ്. അതൊരു ഭയങ്കര ഫാക്ടറാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻഹാൻസ് പേഴ്സണൽ പെർഫോമൻസ് പറയുമ്പോഴത്തേക്ക് അതിനിടെ കൂടെ നമ്മൾ ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരുടെ ഒരു സെൽഫിഷ് അപ്രോച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി അല്ലെങ്കിൽ അതിനുള്ള ഗൈഡ് ചെയ്ത് അവരെ ടീമിന്റെ ഒരു പാറ്റേണിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ആൻഡ് ഇമ്പോർട്ട് ഡിസിപ്ലിൻ ടീം ഡിസിപ്ലിൻ വരണമെങ്കിൽ അവര് ഡിസിപ്ലിൻ ആയിരിക്കണം. പ്ലേയേഴ്സ് ഒരു after 15 players, 10 to 11 players disciplined about automatically the first place. Maybe 15 players, 15 attitude ആയിരിക്കും. പക്ഷെ അത് നമ്മൾ if it comes as a team, നമ്മൾ അവരെ ഗ്രൂപ്പ് ചെയ്ത് കോമൺ ഗോളിലുണ്ടെന്ന് നമ്മൾ ടീമിനെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് പോസിറ്റീവ് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ക്രിയേറ്റ് പാഷൻ ഫോർ ദ ഗെയിം ബൈ മേക്കിംഗ് പ്രാക്ടീസ് സെഷൻ ലൈവ്ലി. സ്പോർട്സ് അല്ലെങ്കിൽ മേ ബി ക്രിക്കറ്റിന് നമുക്ക് പോകാം. സ്പോർട്സ് വീട്ടിൽ ക്രിക്കറ്റിന് വിട്ട് ഈ ഒരു പാഷനേറ്റ് ആയിട്ട് ക്രിക്കറ്റ് പാഷനേറ്റ് ആയാൽ മാത്രമേ ഈ ഗെയിം നമുക്കൊന്ന് നല്ല ഒരു ലൈവ്ലി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആ പാഷനേറ്റ് ആൻഡ് സെക്ഷൻ ഷുഡ് ബി ലൈവ്ലി ആകുമ്പോഴത്തേക്ക് സെയിം പാറ്റേൺ ഒരു ദിവസം വരുമ്പോൾ രാവിലെ അത് തന്നെ ഇത് തന്നെ ഒരു പോസിറ്റീവ് A B C D
അതിനെയാണ് നെക്സ്റ്റ് 360 ഡേയ്സ് ഇങ്ങനെ ചെയ്തല്ലേ അവർക്കൊരു ഇതിൽ ഇൻട്രസ്റ്റ് അത്രത്തോളം ഇതൊരു സെയിം ബോറിംഗ് ആണ് കേട്ടോ. നമ്മൾ അതിനെ പാഷനേറ്റ് സെഷൻ ലൈവ്ലി ആക്കി ഇവരിൽ ക്രിക്കറ്റിന്റെ ഒരു അല്ലെങ്കിൽ ഗെയിമിന്റെ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് അവരതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യിച്ച് ഡെയിലി ക്രിയേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടെ നമുക്ക് പ്ലേയേഴ്സിന്റെ കുറച്ചുകൂടെ ഒക്കെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്ത് അവരെ കുറച്ചുകൂടെ പോസിറ്റീവ് ആക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിനുവേണ്ടി കുറച്ച് നമുക്ക് ശ്രമിക്കുക. ആൻഡ് ഓൾസോ എംപവർ ദ പ്ലേയേഴ്സ് ബൈ ക്രിയേറ്റിംഗ് ഗെയിം അവയർനെസ് ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി. ഇതിനെ നമ്മൾ ചെയ്യാനുള്ള ഓരോ സെഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു 15 മെമ്പർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോരുത്തരുടെ ഒരു ഗ്രൂപ്പ് ലീഡർ പോലെ ആക്കിയിട്ട് അവരെ കൊണ്ട് എംപവർ ചെയ്യുക, എങ്ങനെ കാര്യം ഹാൻഡിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ട്രെയിനർ ഇല്ല, ദിസ് ഡേ A person on PA be the എന്താ പറയാ കോർഡിനേറ്റർ അല്ലെങ്കിൽ ട്രെയിനർ, എന്നിട്ട് അയാൾ അവരെ ചെയ്യിക്കാൻ നോക്കണം. അപ്പം അവർക്ക് എന്തെങ്കിലും എന്നിട്ട് നമുക്ക് അവർക്ക് തെറ്റുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൂടെ ക്ലബ് ചെയ്ത് അവരോട് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്കൊരു എന്തൂസിയസം കാണും, പോസിറ്റീവ് എന്തൂസിയസം കണ്ട് അവരെ ചെയ്യാൻ ശ്രമിക്കുക ബൈ ക്രിയേറ്റിംഗ് ദ ഗെയിം അവർ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ദേ വിൽ ഗെറ്റ് ദാറ്റ് ഗെയിം അവയർനെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ നമ്മൾ അറിയുന്ന കാര്യം മറ്റൊരു കൂടെ ചെയ്തു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡെലിക്കസി ഉണ്ടാവാതെ മറ്റു പ്ലേയേഴ്സിന്റെ ഫ്രണ്ടിൽ പണിയെടുക്കാനും അവർക്കൊരു അങ്ങനെ എംപവർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി പ്ലേയേഴ്സിന്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് മേക്ക് പ്ലേയേഴ്സ് അവെയർ ഓഫ് ദെയർ ഫോൾസ് ആൻഡ് ട്രൈ ടു റെക്ടിഫൈ. സി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ അവർ ചെയ്യുമ്പോഴത്തേക്ക് അവര് ട്രെയിനർ കോഴ്സ് ജസ്റ്റ് ഇന്നത്തെ സെഷൻ ട്രെയിനിങ് സെഷൻ അവർ ചെയ്യണമെങ്കിൽ അവർ ചെയ്യുമ്പോഴത്തേക്കുള്ള സ്ട്രെച്ചിങ് അല്ലെങ്കിൽ വാം സെഷൻ ഗെയിമിലുള്ള അവരെ എന്തൊക്കെ ഫോൾസ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിൽ അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്ത് അവരെ ഗൈഡ് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫാലസി ഓഫ് കോച്ചിങ്, ഇത് കുറച്ച് മിക്സ് നേരത്തെയുള്ള പഴയ ആൾക്കാരുടെ അതായത് ഇയേഴ്സ് ബാക്കിലുള്ള ആൾക്കാരുടെ കുറെ വേർഡിങ്സ് ഉണ്ട്. അതിൽ വി കൻ ടേക്ക് ഇറ്റ് വളരെ പോസിറ്റീവ് എടുക്കാൻ പറ്റും. ഇതിൽ ഡിഫറെന്റ് ആയിട്ടുണ്ട്, പക്ഷെ പലരും പല അപ്രോച്ചിലായിരിക്കും ഇത് കാണുക. അപ്പൊ നമുക്കത് ജനറൽ ആയിട്ട് ജസ്റ്റ് നോക്കിപ്പോവാം. അതിൽ 2 വേർഡിങ്സ് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കാം, ഫസ്റ്റ് ലൈൻ ആൻഡ് ലാസ്റ്റ് ലൈൻ ഞാൻ നോക്കുന്നത് ഐ പ്ലേഡ് therefore I can coach. ഇങ്ങനെ ഒരു മിത്തുണ്ട്, അതൊരു 100% ശരിയാണെന്നുള്ള ഒരു ഡിബേറ്റ് തുടങ്ങിയ ഇറ്റ് വിൽ നോട്ട് എൻഡ് അപ്പ് എനിവെയർ. അപ്പൊ അതിലോട്ട് പോകണ്ട. അതൊരു പ്ലേയേഴ്സ് ആരും കളിച്ചുകൊണ്ട് നമുക്ക് കോച്ച് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാന്നുള്ള ഒരു ചിന്ത എത്രത്തോളം പെർഫെക്റ്റ് ആണ് എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. പക്ഷെ അതിലോട്ട് നമുക്ക് വേണ്ട. ഇതിൽ കുറച്ച് പേര് പറയുന്നുണ്ട്, അല്ലാതെ കളിക്കാത്തവർ ഇഷ്ടംപോലെ ഒരു കോച്ച് ചെയ്തിട്ടുണ്ട്, കളിച്ചവർ ഇഷ്ടംപോലെ കോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു മിക്സ് കടങ്ങതുപോലെ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് അതിലോട്ട് അധികം ഇൻഡെപ്റ്റ് സംസാരിക്കാൻ പോയാലും തീരത്തില്ല. ഇനിവേ നമുക്കത് ഫെർദർ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയൊരു ഈ കൊറോണ കാലഘട്ടം കഴിഞ്ഞ് പാൻഡമിക് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ആയിട്ടുള്ള സെഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഒളിമ്പിക് സ്വിമ്മിംഗ് കോച്ച് ഫ്രം USA ബോബ് കുഡ് നോട്ട് സ്വിം എ സ്ട്രോ. അതായത് പുള്ളിക്ക് സ്വിമ്മിംഗ് പോലും അറിയില്ല, പക്ഷേ ഈസ് എ സ്വിമ്മിംഗ് കോച്ച്. അപ്പോൾ 100% ചെയ്യാൻ അറിയണമെന്നുമില്ല, കളിച്ചിട്ടും വേണ്ട, കളിച്ചിട്ടില്ലെങ്കിൽ കോച്ചാൻ പറ്റത്തൊന്നുമില്ലല്ലോ, കളിച്ചാലും രണ്ടും ചെയ്യാന്നുള്ളതാണ്, വൈസ് വേഴ്സയാണ്. അതെന്ത് വരുന്നു ഫ്രം യുവർ മൈൻഡ് സെറ്റ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ്. അതാണ് ഏറ്റവും കൂടുതൽ ഇത് പറയേണ്ട ഒരു കാര്യം. നമുക്ക് വേണമെന്ന് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഡു ഇറ്റ്. അതാണ് അതിന്റെ ഒരു ബേസിക് കാര്യം. ഓക്കെ, ആൻഡ് ദ റിയാലിറ്റി ഗ്രേറ്റ് ഫിലോസഫർ പഴയ ആൾക്കാരാണ് പറഞ്ഞിട്ടുള്ളത്, those who know do, those who understand teach. നമുക്ക് അറിയാവുന്നവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, ആൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് മറ്റവരെ പഠിപ്പിക്കാൻ പറ്റും. അതീസോർ പഴയാളുടെ വേർഡിങ്സ് ആണ്. അത് നമുക്ക് ഗ്രാജുവലി ചെയ്തു വരുമ്പോഴത്തേക്ക് എന്നോട് നോക്കിപ്പോ. ഓക്കെ, ആൻഡ് ബി യുവർ സെൽഫ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ കോച്ചിങ് ഈസ് ടു ബി yourself. A lot of coaches try to copy other coaches or other programs. Even every coach should have a personal way of coaching, because first of all coaching is an art. അതും പഴയ ancient philosophers പറഞ്ഞുള്ള കാര്യമാണ്, കറക്റ്റ് ആണ്. ഇത് നമുക്ക് ഈ എവറി മെയിൻ നമ്മളിപ്പോ ഒരാളെ പോലെ സെയിം ആവണം നിർബന്ധമില്ല. അതിൽ വളരെ നോക്കി ട്വിൻസ് ആയിട്ട് വരുന്നത് മാത്രമേ അതുപോലെ വരത്തുള്ളൂ. നമുക്ക് ഓരോരുത്തർ കാര്യങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പൊ അതിലൂടെ നിന്നേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. മറ്റേ അതർ കോച്ചസ് അല്ലെങ്കിൽ don't try to copy other coaches or other coaches program. നമ്മുടെ പേഴ്സണൽ വേ ഓഫ് കോച്ചിങ് ഉണ്ട്, അത് നമ്മളിത് ചെയ്യാൻ ശ്രമിക്കാറ്. സോ
ആഫ്റ്റർ ഇറ്റ്സ് എൻ ആർട്ട്. നമുക്കായിട്ടുള്ള എബിലിറ്റിയാണ്, ഒരു ടാലന്റ് അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയാം. അതിന് നമുക്ക് നമ്മുടെ ഒരു വേ ഓഫ് ഇതുണ്ട്. അല്ലെങ്കിൽ പിന്നെ എല്ലാം നോക്കിയാലോ, സച്ചിൻ ടെണ്ടുൽക്കർ കവർ ഡ്രൈവ് അടിക്കുന്നു, സേവ കവർ ഡ്രൈവ് അടിക്കുന്നു, രാഹുൽ ഡ്രൈവ് അടിക്കുന്ന 3 അടിക്കുന്ന കവർ ഡ്രൈവ്. പക്ഷെ അതിന് 3 ഡിഫറെന്റ് സ്റ്റൈലാണ്. പിന്നെ NCA അല്ലെങ്കിൽ അക്കാഡമിക്സ് പോയിട്ട് എല്ലാവരും ടോപ്പ് ഹാൻഡ് പിടിക്കുക, ബോട്ട് ഹാൻഡ് ഇത് ചെയ്യുക, ഫേസിങ് ടുവേർഡ്സ് എന്താ പറയുക കവേഴ്സ് ആൻഡ് ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലത്തെ ഒരു പാറ്റേൺ ആവില്ല. അത് ഒരു റോബോ എഫക്റ്റ് പോലെയായിരിക്കും. പക്ഷെ that may vary from person to person. Like that, coaches also should do the same. നമുക്ക് നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അതിനെ നമ്മൾ ഹൈഡ് ചെയ്തിട്ട് ഡോണ്ട് ട്രൈ ടു കോപ്പി അതേഴ്സ്. പക്ഷേ ട്രൈ ടു ഗെറ്റ് ഗുഡ് ഫ്രം ദം. ബട്ട് അതിനെ കോപ്പി ചെയ്ത് അവരെ പോലെ ആവാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അതിന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്നാലേ നമുക്ക് തന്നെ നമ്മുടെ ഒരു എന്താണ് കഴിവ്, ടാലന്റ് അവിടെ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, see the qualities of an ideal coach. ഒരു കുറച്ച് ജനറൽ പാറ്റേൺ ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ഓഫ് an ideal coach ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്റലിജൻസ്, നോളജ്, സിൻസിയറിറ്റി, എന്തൂസിയാസം, പേഷ്യൻസ്, ഡിസിനേഴ്സ്, കോൺഫിഡൻസ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഓർഗനൈസേഷൻ, ക്യാരക്ടർ ആൻഡ് റോൾ മോഡൽ. ആൻഡ് the last must command respect, not demand it. അതൊരു നല്ലൊരു സാധനമാണ്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഇത് പോയി നോക്കിയാൽ ഇന്റലിജൻസ്. നമ്മൾ കുറച്ച് ഇന്റലിജന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇപ്പോൾ ഓൺലൈൻ പ്രോഗ്രാം ചെയ്യുന്നു, അതിനുവേണ്ടി ഇതിലോട്ട് നോക്കാം. ഇന്റലിജൻസ്, നമ്മൾ ഒരു പ്ലെയറിനെ റീഡ് ചെയ്ത് അസസ് ചെയ്ത് അവർക്കുള്ള എന്താണ് വേസിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളത് ചെയ്യാനായിട്ട് നമ്മൾ പെട്ടെന്ന് ആളെ മനസ്സിലാക്കി, ഒരു പ്ലെയർ മനസ്സിലാക്കി തരണം. പ്ലെയർ അയാൾക്ക് ബൗളിങ്ങിലാണോ ബാറ്റിങ്ങിലാണോ ഇഷ്ടമുള്ളത്, ബാറ്റിങ്ങിന്റെ ഒരു ഇത് അങ്ങനെ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി അയാളെ പ്ലെയർ മനസ്സിലാക്കി നമ്മൾ പറയാൻ പഠിക്കണം. പെട്ടെന്ന് ഒരാളെ ഇൻഡിവിജ്വൽ റീഡ് ചെയ്യാൻ പഠിക്കണം. അതാണ് ഏറ്റവും വലിയ അത്യാവശ്യ കാര്യം. അതിനുള്ള സ്മാർട്ട് ഇന്റലിജൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ആൻഡ് അത് പറയണമെങ്കിൽ, അതിങ്ങനെ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് തറോ നോളജ് ഓൺ ബേസിക് ടോപ്പിക്. ആ പർട്ടിക്കുലർ ടോപ്പിൽ നമുക്ക് തറോ നോളജ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഫോർ തറോ നോളജ് നമ്മുടെ കൂടുതൽ വി ഷുഡ് വർക്ക് വിത്ത് ദ സീനിയർ കോച്ചസ്, വി ഷുഡ് റീഡ്, വി ഷുഡ് അറ്റൻഡ് ഡിഫറെന്റ് ഇതുപോലത്തെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ തറോ നോളജ് ഗെയിൻ ചെയ്യണം. ഒരിക്കലും നമുക്ക് 100% നോളജ് ചെയ്യത്തില്ല. ഡേ ബൈ ഡേ വി ആർ ലേണിംഗ് ഫ്രം ബിഗിനർ, മേ ബി ഫ്രം ദ ഇന്ത്യൻ ഒരു പ്ലെയർ ആയാലും നമ്മൾ ചെയ്താലും അവരെയും നമ്മൾ ഓരോ ദിവസം കാണുന്ന ഡിഫറെന്റ് ആൾക്കാരാണ്. അപ്പൊ അതിൽ നമ്മൾ അവരെ റീഡ് ചെയ്യുക, പഠിക്കുക, നോളജ് ഗ്രാസ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ആളോട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സിൻസിയറിറ്റി നമ്മൾ എന്ത് ചെയ്താലും ഒരു സിൻസിയറിറ്റി വേണം. അല്ല ജസ്റ്റ് ഫോർ എ സെക്ക് ഓഫ് മണി ഓർ ഫെയിം ഓർ സംതിങ് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മൾ കൂറ് കാണിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതോടൊരു നമ്മുടെ ഡ്രീം അല്ലെങ്കിൽ ചെയ്യുന്നതിന് ഫുൾഫിൽ ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ സിൻസിയറിറ്റിയിലൂടെ നമ്മൾ 100% സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണം. ഓക്കെ, എന്തൂസിയാസം. ഓക്കെ, എന്തൂസിയം ഡ്രൈവ്. നമുക്ക് ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഡ്രൈവ് ഉണ്ടായിരിക്കണം. നമ്മളത് ഒരു ചെയ്യുന്നു പോകുന്നു എന്നുള്ളൊരു ഇതുണ്ടാവാൻ പാടില്ല. നമ്മളൊരു 100% എഫേർട്ട് എടുത്ത് ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് അപ്രോച്ച് അതിൽ കാണിച്ചൊരു എന്തോ ചെയ്യണം. നമുക്ക് അവർക്ക് പ്ലേസ് കാണുമ്പോഴത്തേക്ക് പ്ലേസ് തോന്നാൻ പാടില്ല പുള്ളി എന്തോ വരുന്നു, ഇങ്ങനെ ഒരു 1.5 hours ഷോ ഓഫ് ചെയ്ത് അതിന്റെ ബ്ലൈഡ് വേണം. നമ്മളൊരു സെൽഫ് ഡ്രിവൺ ആയിരിക്കും. നമ്മൾ ചെയ്യണം, നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് അത് നോക്കി പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് ആക്ച്വലി സംഭവം നമുക്ക് ഡെഫിനറ്റ്ലി ഡിഫറെന്റ് മൂഡായിരിക്കും. എന്നാൽ പോലും അത് നമ്മൾ പ്ലേസ് കാണിക്കാതെ നമ്മളൊരു പോസിറ്റീവ് എന്തൂസിയാസത്തിൽ, ഒരു പോസിറ്റീവ് ഡ്രൈവിൽ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് നമ്മുടെ ഒരു എന്താ പറയാ ലൈക്നെസ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, പേഷ്യൻസ് മെയിൻ സാധനം നമുക്ക് വേണ്ട സാധനം ഈ പേഷ്യൻസ് ആണ്. എല്ലാവരും ഒരേപോലെ പെട്ടെന്ന് നമ്മൾ പറയുന്ന കാര്യം അബ്സോർവ് ചെയ്യണമെന്നില്ല. നമ്മളെല്ലാം കേട്ട് നമ്മൾ എന്താ പറയുന്നത് ഒന്ന് കേൾക്കും, മുന്നേ നിൽക്കും. കുറച്ച് കഴിഞ്ഞ് നേരെ ഗ്രൗണ്ടിൽ പോകുമ്പോഴത്തേക്ക് അവര് ഉൾട്ട ചെയ്തു പോകും. അതിന് കാര്യം എന്താ വെച്ചാല് അൾട്ടിമേറ്റ്ലി അവർ നോക്കുന്നത് അവർ ചിന്തിക്കുമ്പോൾ റിസൾട്ട് ഉള്ളു. നമുക്ക് എങ്ങനെ ജയിക്കുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക, എനിക്ക് പെർഫോം ചെയ്യണം എന്നൊക്കെ ഉള്ളൂ. അവർക്ക്
ചെയ്യുന്നതിൽ ഇനിഷ്യലി വരുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ പറഞ്ഞു കൊടുക്കുന്നത് അവരെ മസിൽ മെമ്മറി അഡോപ്റ്റ് ചെയ്യുന്നവരെ സ്കിൽ ബേസ് ആണെങ്കിൽ അത് അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല, ടൈം എടുക്കും. ആ സമയത്ത് അപ്പോൾ നമ്മൾ പേഷ്യൻസോടെ നമ്മൾ പറയാം, അല്ലാതെ ഡിമാൻഡ് ചെയ്ത് ഡു വാട്ട് ഐ സേ എന്നുള്ള രീതിയിൽ കൂൾ ഇഞ്ചെക്ട് ചെയ്യാൻ പോയാലേ ഡെഫിനറ്റ്ലി ദർ വിൽ ബി റിഫ്റ്റ്. ആ റിഫ്റ്റ് എന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ആൻഡ് ഡിസിസീവ്നെസ് ഇസ് ദ കറക്റ്റ് ഡിസിഷൻ ടേക്കിംഗ് അറ്റ് ദ കറക്റ്റ് ടൈം. നമ്മളൊരു കാര്യം ഒരാളെ കണ്ടിട്ട് ഒരു കാര്യം നമ്മൾ അവനെ പറയുമ്പോൾ എടുക്കുന്ന ഡിസിഷൻ, അത് നമ്മൾ എടുക്കുന്നതിനുള്ള ആ ടൈമിൽ എടുക്കുന്ന ഡിസിഷന് ഭയങ്കര ഫാക്ടറാണ്. അപ്പൊ അവിടെ നമ്മൾ തന്നെ ഒരു ഇതാണ് ഡബിൾ മൈൻഡിൽ, അയ്യോ അത് വേണോ ഇത് വേണോ രണ്ടു തിങ്കിങ് വന്നു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് വിൽ ബി ഇൻ ഡയലമ. കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ അപ്രോപ്രിയേറ്റ് ടൈമിൽ അപ്രോപ്രിയേറ്റ് വേയിൽ ഡിസിഷൻ എടുക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്കൊരു ഐഡിയൽ കോച്ചിന്റെ ഒരു റെക്കഗ്നേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് പ്ലേയേഴ്സ് കിട്ടത്തുള്ളൂ. ആൻഡ് ഷുഡ് ബി കോൺഫിഡന്റ് ആണ്. ഈ പറയുന്ന കാര്യം, പറയുന്ന ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ അത് കോൺഫിഡന്റ് പറയണം. നമുക്ക് തെറ്റോ ശരിയോ എന്നുള്ള ഒരു തിങ്കിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിനൊരു വെയിറ്റേജ് പ്ലേയേഴ്സിന്റെ ഫ്രണ്ടിൽ തോന്നത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന അവർക്ക് തന്നെ ഒരു ഡൗട്ട് വന്നു പോകും. ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മുടെ ഒരു വിശ്വാസത പോവും. നമ്മളെയൊക്കെ തന്നെ അറിയുന്ന കാര്യം ഒരു കോൺഫിഡന്റ് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമുക്കുള്ള ഒരു ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്ലേയേഴ്സിനുള്ള ഒരു റെക്കഗ്നീഷൻ, നേരത്തെ പറഞ്ഞ പോലെ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഒരു ഇത് തന്നെ പറയാം. ഇവിടെ പ്ലേയേഴ്സ് നമ്മുടെ ഫ്രണ്ടിൽ ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല. നമ്മൾ കോൺഫിഡന്റ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പ്ലേസ്, അതാണ് ഒറ്റ വേണ്ടി പറഞ്ഞു തീർക്കാനുള്ള കാര്യം. ആൻഡ് സോ ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നില്ലേ, വിസ്റ്റാൻഡ് ഡിഫറെന്റ് സിറ്റുവേഷൻ. നമുക്കൊരു പല സിറ്റുവേഷൻസ് വരാൻ പറ്റും. അപ്പൊ എങ്ങനെ വിസ്റ്റാൻഡ് ചെയ്യാം, കറക്റ്റ് ടൈമിൽ ഒരു ടൈംലി ഡിസിഷൻ മേക്കിംഗ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നില്ല ഒരു പ്രത്യേക സിറ്റുവേഷൻ ഒന്ന് ഉണ്ടാകുമ്പോഴത്തേക്ക് കറക്റ്റ് ടൈമിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്ത് അതിനെ മാനേജ് ചെയ്യുന്നതിനെ പറ്റി നോക്കണം. അപ്പോഴും നമ്മളൊരു ഡയലമയിൽ വരില്ല. അതിപ്പോ നോട്ട് ആൻ ഈസി തിങ് ടു ഗെറ്റ് ഇറ്റ്. അതിനെന്താ ചെയ്യേണ്ടത്, വെൻ യു ആർ സ്റ്റാർട്ടിങ് വർക്കിംഗ് ഈ ഒരു പാറ്റേണിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും ആസ് എ കോച്ച്, നിങ്ങൾ ട്രൈ ടു ഷെയർ വിത്ത് ഫെല്ലോ കൊളീഗ്സ്, അല്ലെങ്കിൽ ട്രൈ ടു വർക്ക് വിത്ത് സീനിയർ കോച്ചസ്. സീനിയർ കോച്ചസ് മീൻസ് 6 മാസം നിങ്ങളുടെ ഇപ്പോൾ തുടങ്ങിയാലും 6 months വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ കോച്ച് അല്ലെങ്കിൽ ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് അവരുണ്ടാവും. അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളൊരു ഇങ്ങനെ ഹൗ ടു വിസ്റ്റാൻഡ് ദ ഡിഫറെന്റ് സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിലാവും. അതൊരു പ്രാക്ടിക്കലി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ചെയ്ത് വരത്തേ ഉള്ളൂ. ആൻഡ് ഓർഗനൈസേഷൻ ഉണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കാര്യങ്ങൾ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ കുറെ കാര്യങ്ങൾ റിലേ ചെയ്ത് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ നമുക്കൊരു ടാലന്റ് ആണ്. എക്സാമ്പിൾ, ഒരു പയസിനെ ഇപ്പൊ നമ്മളിവിടെ കാര്യം ഇടുക്കി അസോസിയേഷൻ ഏൽപ്പിച്ചു. പയസ് ഇത് വണ്ടർഫുൾ ചെയ്തുകൊണ്ടാണ് ഇടുക്കി സെക്രട്ടറി വിട്ടുപോയാലും ഒരു സെക്കൻഡ് കാര്യം ടിനുവിനോട് ഇന്റർപ്റ്റ് ചെയ്ത് വന്നിട്ട് വിളിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓർഗനൈസേഷനിലുള്ളപ്പോഴും ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഇതിലെ പല നൂലാമലങ്ങളും പല വേ ഓഫ് കാര്യങ്ങളും നമ്മൾ നോക്കി കണ്ട് നമ്മുടെ മനസ്സിൽ വച്ചേക്കണം. എന്നിട്ട് ടൈമിൽ അത് മറക്കാതെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വെച്ച് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ക്യാരക്ടർ ആൻഡ് റോൾ മോഡൽ. നമ്മളെ ക്യാരക്ടർ എന്നുള്ള ഭയങ്കര ഒരു ഫാക്ടർ റോൾ മോഡൽ. നമ്മൾ പ്ലേസിൽ പെരുമാറുമ്പോൾ വളരെ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് പോയിന്റ് പറയാൻ ശ്രമിക്കുക. അവർ നമ്മളെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ വളരെ ഡെലിക്കേറ്റുമാണ്, സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് നമ്മളെ കാര്യം അബ്സോർവ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ക്യാരക്ടർ എന്നുള്ളത് അവരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ അതിൽ ഇതാണ് ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കും. ആൻഡ് വിഷ്വൽ റോൾ മോഡൽ. നമ്മൾ ടൈം, ഫോർ എക്സാമ്പിൾ 9:30 ക്ലാസ് പറഞ്ഞു. 9:30 ക്ലാസ്സിൽ 9:45 വന്നിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വി ഷുഡ് ബി ദർ ഇൻ 9:25. നമ്മൾ ഡെഫിനറ്റ്ലി വി ഷുഡ് ഷോ അവർ ക്യാരക്ടർ ആൻഡ് വി ഷുഡ് ബി റോൾ മോഡൽ. സോറി ഗൈസ്, ടൈം കുറച്ച് പോയി, ഇവിടെ പവർ പോയതാണ്. ഓക്കെ, യു ക്യാൻ കണ്ടിന്യൂ. ടു എ പ്രോസസ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ്, വെർബൽ ആൻഡ് വിഷ്വൽ. കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഷോർട്ട്. KISS പ്രിൻസിപ്പിൾ: ക്ലിയർ, immediate and accurate feedback, emphasize strength. Okay, coaching should be a two-way process. Two-way process അല്ലേ. നമ്മൾ അവരെ കൊണ്ട് ഡു വാട്ട് ഐ സേ ഡിമാൻഡ് ചെയ്തിരുന്നാൽ അവർക്ക് ക്ലിയർ കട്ട് കിട്ടില്ല. നമ്മൾ പറയുക, ജസ്റ്റ് സ്പീക്ക് ആൻഡ് ലിസൺ വാട്ട് ദേ ആർ
ടെലിംഗ് ഓർ വട്ട് ദേ അണ്ടർസ്റ്റാൻഡ്. അതൊരു ഭയങ്കര ഒരു ഫാക്ടറാണ്. സോ ഇറ്റ് ഷുഡ് ബി 2-way പ്രോസസ്. നമ്മൾ പറഞ്ഞ് അവരെ ചെയ്തിട്ട് ഓക്കെ മനസ്സിലായല്ലോ ദെൻ ഗോ, അങ്ങനെ രീതിയിൽ ചെയ്യാൻ പാടില്ല. ആൻഡ് ടു വെർബൽ ആൻഡ് വിഷ്വൽ. വെർബൽ ആൻഡ് വിഷ്വൽ മീൻസ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതേ സെയിം ടൈം നമ്മൾ പ്രാക്ടിക്കലായിട്ടും കൂടെ അല്ലെങ്കിൽ വിഷ്വൽ ബേസിസ് വിഷ്വലായിട്ട് വീഡിയോ വൈസ് എന്തെങ്കിലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി വന്നിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. പണ്ടാണെങ്കിൽ എല്ലാം പറഞ്ഞും കേട്ടും പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് വിത്ത് പ്രൂഫ് ആൻഡ് ആമ്പിൾ എക്സാമ്പിൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, then keep it simple and short. That is KISS principle. This is the basic coaching principle ആണ് KISS principle. Keep it simple and short. നമ്മൾ don't make things complicated. നമ്മൾ സിമ്പിളായിട്ട് ഇപ്പൊ നമ്മൾ ഇത് ഈ ഒരു പാറ്റേൺ ചെയ്യുന്ന പോലെ ഇതിൽ സിമ്പിളായി ഏറ്റവും സിമ്പിൾ ആൾക്കാർക്ക് പെട്ടെന്ന് കോമണായി മനസ്സിലാവുന്നതും ആൻഡ് ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ഷോർട്ട്. അത് അങ്ങ് ചെയ്ത് നോക്കാം. ആൻഡ് ഷുഡ് ബി ആൻഡ് നെക്സ്റ്റ് വൺ ഷുഡ് ബി ക്ലിയർ. നമ്മൾ അവർ പറയുന്ന കാര്യം അവർക്ക് ഒരു കാര്യം പറയാൻ ചെറിയൊരു കാര്യം പറയാൻ പോലും അത് അവർക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവണം. അല്ലാതെ കേട്ടിട്ട് എന്തോ പോട്ടെ അത് പോട്ടെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ രീതിയിൽ അവർ ചിന്തിക്കാതെ നമ്മൾ അവരെ ക്ലിയർ മനസ്സിലാക്കി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലിയറായി ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ ഇമ്മീഡിയറ്റ് ആൻഡ് ആക്യുറേറ്റ് ഫീഡ്ബാക്ക്. ഇമ്മീഡിയറ്റ് നമ്മളൊരു ഒരു എറർ അല്ലെങ്കിൽ ഫോൾട്ട് കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് അവേ എറേഴ്സ് ചെയ്ത അവരൊരു അതിനൊരു മൈൻഡ് സെറ്റിലോട്ട് ആക്കാതെ അതിനെ അപ്പം തന്നെ നൗ ആൻഡ് ദേ സ്റ്റോപ്പ് ചെയ്ത് കറക്റ്റ് ആക്യുറേറ്റ് ഫീഡ്ബാക്ക് കൊടുത്ത് ബിഗിനേഴ്സ് എസ്പെഷ്യലി ബിഗിനേഴ്സിനെ നമ്മൾ കറക്റ്റിൽ ഇതിലോട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ വൺസ് അത് ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ബാറ്റിംഗ് ഗ്രിപ്പ് 2 ടൈപ്പ് ഓഫ് ഗ്രിപ്പ് ഉണ്ട്. ഓൾസ് അറിയാലോ, വി ഗ്രിപ്പ് ആൻഡ് ഓ ഗ്രൂപ്പ്. ഓ ഗ്രൂപ്പിൽ തന്നെ ചിലപ്പോൾ ഇൻവെർട്ടറായിട്ട് കുറച്ച് കൂടുതലാത്ത കയറി ചിലർ പിടിക്കും. അതിന് മേ ബി കാരണം എന്താ, മേ ബി വെയിറ്റ് ഓഫ് ദ ബാറ്റ്. ആ വെയിറ്റ് ഓഫ് ദ ബാറ്റ് അവനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റാതെ മേ ബി ഫേമായിട്ട് ടൈറ്റ് ഇൻവെർട്ടറെ പിടിക്കാൻ പറ്റും. അപ്പോൾ അതിനെ വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാതെ ജസ്റ്റ് ചെക്ക് വാട്ട് ഇസ് ദ പ്രോബ്ലം വിത്ത് ദ ഗ്രിപ്പ്, അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം, ദെൻ ചെക്ക് ദ ബാറ്റ് സൈസ് അല്ലെങ്കിൽ ബാറ്റ് വെയിറ്റ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്ട്രേറ്റ് അവേ അതിന് നൗ ആൻഡ് ദെൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്ത് മാറ്റുക, അപ്രോപ്രിയേറ്റ് സാധനം കൊടുക്കുക, അവരെ കറക്റ്റായി കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിൽ ചെയ്ത് അവർ വൺ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ മാറ്റിയെടുക്കാൻ നോട്ട് ആൻ ഈസി തിങ്. ആൻഡ് എംഫസൈസ് സ്ട്രെങ്ത്. ഉദ്ദേശിക്കുന്നത് നമ്മുടേതായ ഒരു പേഴ്സണൽ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മേ ബി 100% നമ്മൾ വി ആർ നോട്ട് പെർഫെക്റ്റ്. മേ ബി ഇൻ സം ഏരിയ ഇതിൽ നമുക്ക് കുറച്ച് ഡീപ്പാണ്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ്, സയൻസ്, മാത്സ്, അതുപോലെ നമ്മൾ സബ്ജക്ട് സ്കൂൾസ് പഠിക്കില്ലേ. അപ്പോൾ സം മേ ബി ഗുഡ് ഇൻ ഇംഗ്ലീഷ്, സം മേ ബി ഗുഡ് ഇൻ സയൻസ്, സം മേ ബി ഗുഡ് ഇൻ മാത്സ്. ബട്ട് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും വേണം. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു സ്ട്രെങ്ത് ഉള്ളതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി അതിലൊക്കെ കൂടുതൽ ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കുക. ബാക്കിയുള്ളത് നമ്മൾ പാരലലി നന്നാക്കി എടുത്തിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഡെമോൺസ്ട്രേഷൻ. A piece paints 1,000 words, and if you can't demonstrate, get someone who can, and demonstrate what to do and note what to do and note what to do. Make sure that all players can see the demonstration. Demonstrate at correct speed and frequently. So നമ്മൾ എത്ര പറഞ്ഞാലും ചില കാര്യങ്ങൾ ബൈ വിഷ്വലി നമ്മൾ കേൾക്കുന്നത് പോലെ അതിനെക്കാട്ടിലും കൂടുതൽ ഒരു കാര്യം പെട്ടെന്ന് കണ്ടാൽ ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അതെപ്പോഴും നമ്മൾ ഈ കീപ്പ് ഓൺ ടെല്ലിങ്, നമ്മൾ അതിനൊരു ഡു വിത്ത് സം പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. അതിപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് കാണുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് എഫക്റ്റീവായിട്ട് വരുന്നത് പറയുന്നതിനെക്കാട്ടും കൂടുതൽ. ഓക്കെ, ആൻഡ് ദെൻ അപ്പോഴത്തേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇഫ് യു കാൺ ഡെമോൺസ്ട്രേറ്റ്, ഗെറ്റ് സമ്മൺ ഹൂ ക്യാൻ. നമുക്കിപ്പോൾ എക്സാമ്പിൾ ഫീൽഡിങ് ചെയ്യുമ്പോൾ ഡൈവിങ് അല്ലെങ്കിൽ സ്ലൈഡിങ്, സ്റ്റോപ്പിംഗ് അങ്ങനെയൊക്കെ നമുക്ക് അത്ര പ്രാക്ടിക്കലി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാന്നുള്ള ആൾക്കാരുടെ നമ്മൾ മേ ബി ഒരു ഔട്ട് ഓഫ് 10-15 ഒരു എക്സ്പെർട്ട് ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് നമ്മൾ ഉപയോഗിപ്പിക്കുക. നമ്മൾ സ്റ്റേറ്റ് അസൈൻമെന്റ് ഞാൻ പുകഴുന്നപ്പോഴത്തേക്ക് ജിതിനൊക്കെയാണ് ഈ സ്ലൈഡിംഗ് ഫീൽഡിംഗ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഞാനത്ര എഫക്റ്റീവ് അല്ല. അപ്പൊ ഈ ജിതിനെയൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, ഹെൽപ്പ് എടുത്തിട്ട് അവരാണ് കൂടുതൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പറ്റാത്ത കാര്യം നമ്മൾ വേറെ ആളോട് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വളരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ദ മെയിൻ തിങ് ഡെമോൺസ്ട്രേറ്റ് വാട്ട് ടു ഡു ആൻഡ് നോട്ട് വാട്ട് നോട്ട് ടു ഡു. നമ്മളൊരു ചെയ്യാനുള്ള കാര്യമേ പറയും. അതായത് ഈ ആദ്യം തെറ്റ് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല പറഞ്ഞാല് ഫസ്റ്റ് നമ്മൾ എന്ത് കാണുന്നോ കേൾക്കുന്നോ അത് നമ്മൾ മനസ്സിൽ ഓട്ടോമാറ്റിക് നമ്മുടെ മൈൻഡ് സെറ്റിൽ കിടക്കും. അപ്പൊ നമ്മൾ അതിന് ചെയ്തെടുക്കാൻ പാടില്ല. നമ്മൾ അത് എന്ത് ചെയ്യാവോ അത് മാത്രമേ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ചെയ്ത് കാണിച്ചാൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഡയലമയിലാവും, കൺഫ്യൂസ്ഡ് ആവും. അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് ഓൾ പ്ലേയേഴ്സ് ക്യാൻ സീ ദ ഡെമോൺസ്ട്രേഷൻ. ഇതൊരു ബേസിക് കാര്യമാണ്.
നമ്മൾ ചെയ്യുമ്പോൾ ഒരാളുള്ള പർട്ടിക്കുലർ ഒരു കുറച്ച് ഗ്രൂപ്പ് ബഞ്ച് ഓഫ് പ്ലേയേഴ്സ് ചെയ്യുമ്പോൾ അവർ കുറച്ച് പേര് കാണുന്ന മാത്രം ബാക്കിയുള്ളവർക്ക് കാണാത്ത രീതിയിൽ ചെയ്യാൻ പാടില്ല. മേക്ക് ഷുവർ ദാറ്റ് ഓൾ പ്ലേയേഴ്സ് ക്യാൻ സീ ദ ഡെമോൺസ്ട്രേഷൻ. ഇതിലിപ്പോൾ ഒരു എക്സാമ്പിളോടെ കോട്ടിയുണ്ട്. ഞാൻ ലെവൽ 2 ചെയ്യുമ്പോഴത്തേക്ക് ഫ്രാങ്ക് ടൈസനായിരുന്നു നമ്മുടെ ഫാക്കൽറ്റി. എൻ്റെ അടുക്കൊരു എന്തോ ലെഗ് സ്പിന്നോ എന്തോ ഒരു സാധനം അവരെ പഠിപ്പിക്കാൻ പറഞ്ഞു. അതിനൊരു NCA ബാംഗ്ലൂരിലെ കുറച്ച് പ്ലേയേഴ്സിനെ തന്നിട്ട് അവരെ പഠിപ്പിക്കണം തന്നെ. ഞാൻ നെർവസ് ആയിട്ട് പെട്ടെന്ന് പോയിട്ട് ഈ കുറച്ച് 10 പ്ലേയേഴ്സ് ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു 10 പ്ലേയേഴ്സിനെ ഒരു 10 പ്ലേയേഴ്സിനെ ഔട്ട് ഓഫ് 2-3 പ്ലേയേഴ്സിന്റെ മൂത്ത് മാത്രം നോക്കിയിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഒരു നെഗറ്റീവ് മാർക്കായി. പിന്നെയാണ് തൊട്ടടുത്ത് നിന്ന് നമ്മുടെ കൊളീഗ്സ് പറഞ്ഞത് ഇങ്ങനെയുണ്ട്, ജസ്റ്റ് വാച്ച് ഓൾ ദ പ്ലേയേഴ്സ് എന്ന്. അപ്പൊ ഇവരെ NCA പോയപ്പോൾ അവരും അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. എന്താ കാര്യത്തില് നമ്മുടെ ഈ കോച്ചസിന്റെ ഒരു മെയിൻ ഇതായിരിക്കണം നമ്മൾ വി ഷുഡ് ലുക്ക് ഓൾ ദ പ്ലേസ്. അപ്പൊ നമ്മൾ അതുപോലെയാണ് നമ്മൾ ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചില ആൾക്കാരുടെ മാത്രം പോകുമ്പോൾ നമ്മൾ എല്ലാ പ്ലേസും കാണുന്ന രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതൊരു ബേസിക് ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് നമ്മുടെ ബേസിക് ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തപ്പോഴേ സ്ട്രേറ്റ് ഫസ്റ്റ് ഫ്രം ദ ബിഗിനിങ് തന്നെ ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവൽ പോകുമ്പോഴത്തേക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാ പ്ലേസിനും അപ്പോൾ ചില പ്ലേസ് തോന്നിപ്പോൾ നമ്മൾ അവരെ മാത്രം നോട്ടീസ് ചെയ്യുന്നുള്ളൂ, നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളതൊക്കെ തോന്നലുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ പ്ലേസും മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ പ്ലേസ് ആർ ക്യാൻ സീ ദ ഡെമോൺസ്ട്രേഷൻ. അപ്പൊ എല്ലാവരും കാണുന്ന രീതിയിലും സെന്ററിലും അങ്ങനെ നിന്നിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് നമുക്ക് പല രീതിയിലും അതിന്റെ ചില നിങ്ങൾ ചെയ്തിട്ട് റിവേർട്ട് ചെയ്യാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്കൊരു NCA പോലുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞു. നമ്മൾ ചെയ്യുമ്പോൾ അതുപോലെ പ്ലേസും തോന്നിപ്പോവാൻ നമുക്ക് വേറെ രീതിയിൽ തോന്നിപ്പോവാം, നമുക്ക് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പ്ലേസിനെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കാത്ത എളുപ്പമല്ല. അതുകൊണ്ട് ഡു ഇറ്റ്. നമ്മൾ മനഃപൂർവ്വം ചെയ്തായിരിക്കില്ല, നമ്മൾ ഇതൊരു അവയർനെസ് ഇല്ലാത്ത ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് ഈ പോയിന്റ് പറയാൻ കാരണം. മേക്ക് ഷുവർ ദാറ്റ് ഓൾ പ്ലേയേഴ്സ് ക്യാൻ സീ ദ ഡെമോൺസ്ട്രേഷൻ. അത് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഡെമോൺസ്ട്രേറ്റ് അറ്റ് കറക്റ്റ് സ്പീഡ് ആൻഡ് ഫ്രീക്വന്റ്ലി. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് ഒരു മനസ്സിലാവുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു 3-4 സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ ആ കറക്റ്റ് സ്റ്റെപ്പിലും ആ സ്പീഡിലും കണ്ടിന്യൂ റെപ്പിറ്റേറ്റീവ് ഇതിലും ചെയ്തിട്ട് അവർ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഡെമോൺസ്ട്രേഷനിലുള്ള ഭയങ്കര ഒരു ഫാക്ടറാണ്. അത് ചെയ്താൽ നമ്മൾ 100 പ്രാവശ്യം പറഞ്ഞ എഫക്റ്റാണ് ഒരു 10 പ്രാവശ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കറക്റ്റായി ചെയ്ത് കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. ഓക്കെ, റെയിൻഫോഴ്സ്മെന്റ് വളരെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്, കണ്ടിന്യൂസ്, സ്പെസിഫിക് ടു പെർഫോമൻസ്. Negative reinforcement causes resentment, hostility, and must be increased each time to be effective. In extreme cases, use the sandwich method, that is phrase correction, encouragement to repeat correct action. All criticism should be private and constructive in nature. The reinforcement is very important. When we need reinforcement. എക്സാമ്പിൾ, ഒരു പയ്യൻ അണ്ടർ 19 ഡിസ്ട്രിക്ട് കളിക്കാൻ പോയി, അല്ലെങ്കിൽ സ്റ്റേറ്റ് കളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. If he performed well, okay, ഇവൻ ആ ഒരു ഇതിൽ ഓട്ടോമാറ്റിക്കലി അവൻ ചാനൽ വീണ്ടും അവൻ ഇതിങ്ങനെ പ്രോസസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കും. When he is not performed up to his expression or up to his level, അപ്പോഴായിരിക്കും a player need a coach support. അതിനെയാണ് നമ്മൾ റെയിൻഫോഴ്സ്. ആ സമയം നമ്മൾ റെയിൻഫോഴ്സ് ആ പയ്യൻ നമ്മുടെ വന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് വി ഷുഡ് ബി പോസിറ്റീവ്, കണ്ടിന്യൂസ്, സ്പെസിഫിക് ടു ദ പെർഫോമൻസ്. അല്ലാതെ നമ്മൾ കാടടച്ച് സംസാരിക്കാൻ പാടില്ല. പിള്ളേർ പറഞ്ഞ് നീ അങ്ങനെ ചെയ്ത് തെറ്റാ, ഇങ്ങനെ ചെയ്ത് ഡോണ്ട് ടെൽ എനി നെഗറ്റീവ് വേർഡ്സ്. പയ്യനെ പ്രഷപ്പ് ചെയ്തതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും ഡോണ്ട് സ്ട്രേറ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് നെഗറ്റീവ്സ്. അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ ഒരു കോൺഫിഡൻസ് അവന് ആക്ച്വലി അവൻ വരുന്നത് ഡയലേമിലായിരിക്കും വരുന്നത്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അവന്റെ ഇതെന്ന് somehow have to perform the deal over pressure പോയിരിക്കും. മേ ബി ഫ്രം ദ പാരന്റ്സ്, മേ ബി ഫ്രം ദ കോച്ച്, മേ ബി അവനൊരു എല്ലാവരും ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സിൽ നമുക്കൊരു ഇത് പെർഫോം ചെയ്യുന്ന ഒരു ഓവർ ആങ്സൈറ്റിയിലെല്ലാം പോയിട്ട് അവൻ ചെയ്യാത്ത ചിലപ്പോൾ പ്രഷർ ചെയ്യണം. അപ്പൊ നമ്മൾ അതിനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ അവനെ ഒരു നെഗറ്റീവായിട്ട് അത് ചെയ്യാതെ ഡോണ്ട് ഒരു വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ചെയ്യാതെ ജസ്റ്റ് പോസിറ്റീവായിട്ട് കണ്ടിന്യൂസ് സ്പെസിഫിക് പെർഫോമൻസ് മാത്രം പറഞ്ഞ് അവനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാൻ അത് കുറച്ചുകൂടെ ആഡ് ചെയ്തു. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കോസസ് റിസെന്റ്മെന്റ്, ഹോസ്റ്റിലിറ്റി ആൻഡ് മസ്റ്റ് ബി ഇൻക്രീസ്ഡ് ഈച്ച് ടൈം ടു ബി എഫക്റ്റീവ്. നെഗറ്റീവ് നമ്മൾ നെഗറ്റീവ് പറഞ്ഞു പോയല്ലേ, അതിന്റെ അവന് റിസെന്റ് കുറച്ച് അവനെ നെഗറ്റീവായിട്ട് അവനൊരു ബാക്ക്വേർഡ് ഉൾമഴിഞ്ഞ് അവനൊരു മനസ്സിന് വിഷമോ അല്ലെങ്കിൽ അവനൊരു എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു നെഗറ്റീവ് ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ടൈം എടുക്കും അതൊരു അവനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്.
സോ അതിന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡിങ്സോ ഒന്നും നമ്മൾ ചെയ്യാൻ ശ്രമിക്കാൻ പാടില്ല. ഇൻ എക്സ്ട്രീം കേസസ് യൂസ് ദ സാൻഡ്വിച്ച് മെത്തേഡ്. സാൻഡ്വിച്ച് മെത്തേഡ് ചിലയിടത്ത് ചില സമയത്ത് നന്നായിരിക്കും. എല്ലായിടത്തും നമുക്ക് എല്ലായിടത്തും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഈ സാൻഡ്വിച്ച് മെത്തേഡ്. ഫ്രേസ് ചെയ്യുക, ഗുഡ് കറക്ഷൻ, അതിൻ്റെ ഇടയിൽ കൂടെ കറക്റ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക ടു റിപ്പീറ്റ് കറക്ഷൻ ആൻഡ് എൻകറേജ്മെന്റ് ടു റിപ്പീറ്റ് കറക്ഷൻ. കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് തന്നെ ഗുഡ് കൊള്ളാന്ന് പറഞ്ഞ് കൊണ്ടുപോവുക. പിള്ളേർക്ക് തോന്നാൻ പാടില്ല നമ്മൾ ബ്ലഫി ആയിട്ട് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പാടില്ല. അവനെ പ്രൈസ് അപ്ലോഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഗുഡ് പറഞ്ഞിട്ട് അവനെ കൊണ്ടുവന്നു. അതിന് നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പറയാവൂ. അല്ലാതെ അവന് തോന്നാൻ പാടില്ല ചുമ്മാ ഒരു പടം അല്ലെങ്കിൽ ചുമ്മാ ഇതിൽ ചെയ്യുന്ന തോന്നാത്ത രീതിയിൽ നമ്മളത് അവനെ ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കുക. ഓക്കെ, ഓൾ ക്രിറ്റിസിസം ഷുഡ് ബി പ്രൈവറ്റ് ആൻഡ് കൺസ്ട്രക്റ്റീവ് നേച്ചർ. അതായത് ഒരാളെ ഈ ക്രിറ്റിസിസം സംടൈംസ് ഇറ്റ് ബി ഇൻസൾട്ടിങ് ആയി പോവാം. ചിലപ്പോൾ അവർക്ക് ചില ആൾക്കാർക്ക് അത് പോസിറ്റീവ് എടുക്കത്തില്ല. അത് അവർക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പം നമ്മളത് പറയുന്നത് അത് നമ്മൾ ടൈമിൽ ഇതൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ്, ഒരു നേക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. എവിടെ എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണമെന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ നമ്മൾ ചെയ്ത് നമുക്ക് ചെയ്യുന്നത്. നമ്മളെ പറ്റി ആലോചിക്കുക. നമ്മളെ എല്ലാവരും ഫ്രണ്ടിൽ വെച്ചിട്ട് പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്കത് വിൽ ഫീൽ ബാഡ് ആൻഡ് നമ്മുടെ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പ് മേ ബി അവിടെ കട്ടായി പോകും. അതുകൊണ്ട് അതിനുള്ള ചാൻസ് ഉണ്ടാകും. നമ്മളെപ്പോഴും ഒരു കോച്ച് പ്ലെയർ റിലേഷൻഷിപ്പ് ഷുഡ് ബി പക്ക. അത് പോസിറ്റീവ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഷോർട്സ് അവിടെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അവർ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, കോച്ചിങ് ഫിലോസഫി. Each coach should develop his own philosophy based on his experience, knowledge, values, opinion, and beliefs. To formulate it, you must know yourself, know your strengths and limitation, understand your task and responsibilities, knowing your athletes, their personalities, abilities, and goals they nurture. Okay, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഇത്. Each coach should develop their own philosophy based on his experience. നമ്മൾ ഇവരത് ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ വളർന്ന സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത കോച്ചസിന്റെ അവിടെ ഒരു വേ ഓഫ് അപ്രോച്ച് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മീൻസ് നാച്ചുറലി നമ്മളോട്ടങ്ങ് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അബ്സോർവ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ടേക്കിംഗ് സം ഗുഡ് തിങ്സ് ഫ്രം ദ സീനിയേഴ്സ് അല്ലെങ്കിൽ സീനിയർ കോച്ചസ് കിട്ടുമ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഒരു ഓൺ ഫിലോസഫി ഉണ്ടായിട്ടുണ്ട്. അത് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് നമ്മുടെ ഒപ്പീനിയൻസിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. അത് ചുമ്മായിട്ട് എല്ലാവരുടെ ഒരേ രീതിയിൽ നമുക്ക് അടിക്കാൻ ശ്രമിക്കാതിരിക്കുക. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇന്റലിജൻസ്, നമ്മൾ കാര്യം ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു പ്ലെയറെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി നമ്മൾ അവിടെ രീതിയിൽ നമ്മുടെ ഒരു ടാക്ടിക്കൽ അപ്രോച്ച് ചെയ്താൽ മാത്രമേ അവരെ കുറിച്ച് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ടു ഫോർമുലൈസ് ഓൾ ദീസ് തിങ്സ് യു മസ്റ്റ് നോ യുവർ സെൽഫ് ആണ് നമ്മൾ വാട്ട് വി ആർ. അതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻ, നമുക്ക് ഏതിലാണ് നമ്മൾ സ്ട്രെങ്ത് ഉണ്ട്, നമുക്ക് എവിടെ ചെയ്താൽ അവരെ എങ്ങനെ പറഞ്ഞ് അവർ കൊണ്ടുവരാൻ പറ്റത്തുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നമ്മളെ പറ്റി ഒരു സെൽഫ് അസസ്മെന്റ് ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നമ്മൾ ഏരിയ വീക്ക് ഉള്ള ഏരിയയിൽ നമുക്ക് വി ആർ വീക്ക്, ആ ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാം ബേസിക്. നമുക്ക് നേരത്തെ പറഞ്ഞ കുറെ കോച്ചസിന്റെ ക്വാളിറ്റീസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ്. അതെല്ലാം നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ അത് കൊണ്ടുപോകാൻ പഠിക്കണം. എന്നുള്ളി we can be a good coach and understand your task and responsibility. എന്താണ് നമ്മുടെ ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി, നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെയാണ് നമുക്കുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി നമ്മൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയാസ് ഉണ്ടാവണം. അത് അതിന്റെ ബേസിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്, നമ്മൾ അതിവിടെ മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ എല്ലായിടത്തും കയറി കൈവയ്ക്കാൻ പാടില്ല. എന്നാലേ നമുക്ക് ഒരു വൈഡ് സ്പ്രെഡ് ആയിരിക്കുമ്പോഴത്തേക്ക് ഒരു അവിയൽ പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ടാസ്കിനെ പറ്റി അറിഞ്ഞിരിക്കുക, റെസ്പോണ്ട് ചെയ്യുക, അതിൽ നമ്മൾ കൂടുതൽ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കാൻ ചെയ്യുക. ഓക്കെ, knowing your coaches, their personalities, abilities and goals they nurture. നമ്മളൊരു പ്ലെയറുടെ ഒരു മൈൻഡ് സെറ്റ് നോക്കണം. ചില ആൾക്കാർക്ക് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ചില സോണ്, ചില സ്റ്റേറ്റുകൾ കളിക്കാം, ചിലർക്ക് ഇന്ത്യ കളിക്കാം, ചില ഓരോരുത്തർക്ക് ഒരുതായ ഒരു മൈൻഡ് സെറ്റിലുണ്ട്. അവർ ഗോൾസ് ഒന്നുണ്ടാവും. നമ്മൾ അതിനെ അവർ മനസ്സിലാക്കി അവർ ചെറിയ ഗോൾസ് വയ്ക്കുകയാണെങ്കിൽ ചെറിയ ഗോൾസിൽ കൂടെ നെക്സ്റ്റ് ലെവലിൽ തന്നെ അവരെ ബൂസ്റ്റപ്പ് ചെയ്യണം. അവർക്ക് അതിന്റെ കാര്യം ചിലപ്പോൾ അവർ തോന്നും എന്നെക്കൊണ്ട് ഇത്രയും പട്ടത്തുള്ള ഒരു നെഗറ്റീവ് തോന്നലുണ്ടാവും. പക്ഷെ നമ്മൾ അവരെ എബിലിറ്റി നമ്മൾ കണ്ട് മനസ്സിലാക്കി അസസ് ചെയ്ത് അവരെയും പുഷ് ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ട് അവരെ കൊണ്ട് നെക്സ്റ്റ് ലെവലിൽ എത്തിക്കാനുള്ള വകുപ്പ് നമ്മൾ നോക്കണം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഒരു ടാക്ടിക്കൽ നമ്മുടെ ഫിലോസഫി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ച് നമ്മളങ്ങ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ഒരു എവരിവൺ വോണ്ട് ബി സെയിം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എവരിവൺ വോണ്ട് ബി സെയിം. നമുക്ക് നമ്മുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒരു ഫിലോസഫി, നമ്മൾ പാറ്റേൺ നമ്മൾ
ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ച് പെർഫോം ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെക്കാട്ടിലും നമുക്കൊരു നമ്മുടേതായ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവ് സെൻസേഷണൽ ആയിട്ടുള്ള കാര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വേറൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫേമസ് ആരാണ് ഒരു ബാസ്കറ്റ്ബോൾ കോച്ചിന്റെ ഒരു വേർഡിങ്സ് നമുക്ക് ശ്രദ്ധിക്കാം. യുവർ കോച്ചിങ് ഫിലോസഫി റാദർ ദാൻ യുവർ നോളജ് വിൽ യുവർ കോച്ചിങ് ഫിലോസഫി റാദർ ദാൻ യുവർ നോളജ് വിൽ ടേക്ക് യു ഫാർ. താഴത്തിലേക്ക് നോക്കാം. വിന്നിങ് ഈസ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, സ്ട്രൈവിങ് ടു വിൻ ഈസ്. സ്ട്രൈവ് ടു വിൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവര് ഹങ്കർ ഇതിനു വേണ്ടി നമ്മൾ എത്രത്തോളം മെനക്കെട്ട് എഫേർട്ട് എടുക്കുന്നു, എഫേർട്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാൽ ആണ് ഇത് നമ്മൾ പറയുന്നത്. വിന്നിങ് ഇസ് നോട്ട് ആൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ജയിക്കുന്നത് മാത്രമല്ല ഇതിലെ മെയിൻ കാര്യം, ബട്ട് അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ടും കൂടെയാണ്. ബട്ട് ഇതൊക്കെ ഇത് പ്രാക്ടിക്കലി ഇത് പറഞ്ഞ് നമുക്ക് അപ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മുടെ എങ്ങനെയാ ഹൗ യു അസസ്, ഹൗ പീപ്പിൾ റേറ്റ് യു, അതേ വേണ്ടി നോക്കണം. നമ്മൾ റേറ്റ് യു നമ്മൾ പഠിച്ചു എന്നുള്ളതിന് മാത്രം വരത്തില്ല, അതിന്റെ ഇത് അത് പഠിക്കണം, എന്നാലും നമുക്ക് ചെയ്യാം. പഠിച്ചിട്ട് അറ്റ് ദ സെയിം ടൈം ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്ത് ദ ബെസ്റ്റ് ആവാൻ നമ്മൾ ശ്രമിക്കണം. ഈ ഫിലോസഫിയിലും കുറച്ച് പ്രാക്ടിക്കലും കൂടെ ഇൻവോൾവ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് കുറച്ച് നെക്സ്റ്റ് ലെവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇത് പറഞ്ഞാൽ ഇതിന്റെ ഈ ഇങ്ങനത്തെ ഫിലോസഫിയിൽ പറഞ്ഞാൽ തീരാത്ത, കുറച്ച് ഒറ്റയടിക്ക് പറഞ്ഞാൽ തീരുന്ന കാര്യമില്ല. കുറച്ച് കൂടുതൽ ഇത് നമ്മുടെ ഒരു ബേസിക് ക്യാരക്ടർ നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പഴയ ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്തതാണ്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കൂടെ ഒരു പേഴ്സണാലിറ്റീസ് ഇൻവോൾവ് ചെയ്ത് നമുക്ക് കുറച്ച് കൊണ്ടുപോകാൻ നോക്കാം. ഓക്കെ, സി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കോച്ച്. അങ്ങനെ ഒരു 5-10 പോയിന്റ്സ് ഉണ്ട്, അത് നോക്കാം. പ്രൊവൈഡ് എ സേഫ് എൻവയോൺമെന്റ്, പ്ലാൻ ആക്ടിവിറ്റീസ് കെയർഫുള്ളി, അത്ലറ്റ് മസ്റ്റ് ബി ഇവാലുവേറ്റ് ഫോർ ഇഞ്ചുറി ആൻഡ് ഇൻകപ്പാസിറ്റി. Your athlete should not be mismatched. Safe and proper equipment should be provided. Athletes must be warned of inherent risk of sport. Athlete must be closely supervised. Coach should know first aid. Develop clear written rules for training and general conduct. Coaches should keep audit records. See, നമ്മളൊരു അക്കാഡമിക് കോച്ചായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ വളരെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ ടീം മാനേജ്മെന്റിനോട് പോവുകയാണെങ്കിൽ ദേ ഷുഡ് ബി മാനേജർ ടു ഡീൽ ഓൾ ദീസ് തിങ്സ്. നമ്മുടെ കൂടെ കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ മതി, അവരും കൂടെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മളൊരു അക്കാഡമിക് കോച്ച് അല്ലെങ്കിൽ നോക്കുമ്പോൾ ഒരു പേഴ്സണൽ കോച്ചായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന കാര്യങ്ങൾ നമ്മൾ വളരെ നമ്മുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി അത് നമ്മൾ വളരെ നോക്കണം. പ്രൊവൈഡ് എ സേഫ് എൻവയോൺമെന്റ്. നമ്മൾ പ്രാക്ടീസ് ഏരിയ ഇടയ്ക്കുമ്പോൾ വിക്കറ്റ് റെഡി ആണോ, വെറ്റ് ആണോ, ഡ്രൈ ആണോ, അതൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക. ആൻഡ് ആക്ടിവിറ്റീസ് കെയർഫുള്ളി. നമ്മൾ ഒരു ദിവസം തന്നെ അവൻ എത്ര ലോഡ് എടുക്കുന്നു, അവന്റെ ഒരു പ്ലെയർക്കുള്ള കപ്പാസിറ്റിക്കുള്ള ലോഡ്, അവനൊരു കോമ്പറ്റീഷൻ ഉണ്ട് ഫേസിലാണോ, പ്രീ കോമ്പറ്റീഷൻ പീരീഡ് ആണോ, അത് അങ്ങനെയുള്ള നോക്കിയിട്ട് അതിൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുക. നമ്മളൊരു അൺകൺട്രോൾഡ് ആയിട്ടില്ലെങ്കിൽ മാക്സിമം ഒരു വിതിൻ സ്റ്റിബുലർ ടൈമിൽ മാക്സിമം അവനെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യുക നോക്കിയാൽ ഇറ്റ് മേ ഹോം ഹിസ് എന്താണ് ഫിറ്റ്നസ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിന് ഗെറ്റ് ടു ഇഞ്ചുറി, അപ്പോൾ അതിനുള്ള ചാൻസ് നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. അത്ലറ്റ് മസ്റ്റ് ബി ഇവാലുവേറ്റ് ഫോർ ഇഞ്ചുറി ആൻഡ് ഇൻകപ്പാസിറ്റി. നമ്മളത് ഈ അത്ലറ്റ്സിന്റെ മേ ബി ഇവാലുവേറ്റഡ് ഫോർ ഇഞ്ചുറി. നമ്മൾ ഈ ഓവർ ഡു ചെയ്ത് അല്ലെങ്കിൽ ചെയ്യുന്ന കറക്റ്റ് മോഡ് ഓഫ് ചെയ്യാതെ അവർ റണ്ണിങ് ടെക്നിക് അല്ലെങ്കിൽ ഗുഡ് പാത്തിൽ ഓടാതെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാവുന്ന പറ്റി നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തിരിക്കുക. ആൻഡ് ഇൻകപ്പാസിറ്റി മേ ബി എക്സാമ്പിൾ ഷൂസ്, വലിയ ഷൂസ്, ചെറിയ ഷൂ, അല്ലെങ്കിൽ അവനെ എബിലിറ്റി, അവനിപ്പോൾ ഒരു പുഷപ്പ് ചെയ്യാൻ അറിയുന്നില്ല, പുഷപ്പ് ചെയ്യാൻ അറിയാത്ത അവനെ നമ്മൾ പഠിപ്പിക്കാതെ അവനെ കൊണ്ടിട്ട് അറ്റ് എ ടൈം ഡു 30 പുഷപ്സ് 40 പുഷപ്സ്, മേ ബി അവന് ചിലപ്പം കൈക്ക് ഇഞ്ചുറി ഉണ്ടാവും, അല്ലെങ്കിൽ റോങ് പോസ്റ്റർ ആയിരിക്കാം. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ വളരെ കേൾപ്പെട്ട പ്ലേസിനെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകത്തില്ല. പോസിറ്റീവ് നമ്മൾ ട്രൈ ചെയ്യുന്ന പോസിറ്റീവ് ഇമ്പാക്ട് ഗെറ്റ് ടു നെഗറ്റീവ് ഒരു ഇമ്പാക്ട്. അതിന് നമ്മൾ പാടില്ല, ശ്രദ്ധിക്കണം. യങ് അത്ലറ്റ്സ് ഷുഡ് നോട്ട് ബി മിസ്പാച്ച്ഡ്. അതിനെ പറ്റി എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കൊരു കറക്റ്റ് പറയാൻ കഴിയുന്നില്ല. അതിനെപ്പറ്റി നമുക്കൊന്ന് നെക്സ്റ്റ് ലെവൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സേഫ് ആൻഡ് പ്രോപ്പർ എക്വിപ്മെന്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. നമ്മൾ സേഫ് ആൻഡ് എക്വിപ്മെന്റ് പ്രോപ്പർ എക്വിപ്മെന്റ്സ്, നമ്മളൊരു നെറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെഷൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കറക്റ്റ് പ്രോപ്പർ എക്വിപ്മെന്റ്സ്
അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മളൊരു ഡ്യൂട്ടിയാണ്. അവർ ദേ ഷുഡ് നോട്ട് ഗെറ്റ് ഹാംഡ് അല്ലെങ്കിൽ ഇഞ്ചുവേർഡ് അല്ലെങ്കിൽ പ്രോപ്പർ നമ്മൾ എടുക്കുന്ന ടൈം എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അത്ലറ്റ്സ് മസ്റ്റ് ബി വാണ്ട് ഓഫ് ഇൻഹറന്റ് റിസ്ക് ഓഫ് സ്പോർട്സ്. ഈ ദേ ഷുഡ് ബി വാണ്ട് ബിക്കോസ് നമ്മുടെ ഒരു ക്രിക്കറ്റിൽ ഇപ്പോൾ എപ്പോഴും നമ്മുടെ ഫുട്ബോൾ കളിക്കുന്നത് ചില സ്റ്റേറ്റ് ടീം പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കളിയ ഒരു അതർ സ്പോർട്സ് കളിക്കുന്നതിലൊരു ഭയങ്കരമായിട്ടൊരു അവർക്ക് എന്താ അപ്പോൾ എനർജി അവർ ചെയ്യുന്നത് ചിലപ്പോൾ അവർ ചെയ്യുന്നത് ഇറ്റ് മേ റിസൾട്ട് ടു എന്താ പറയുക ഇഞ്ചുറി. കാര്യത്തില്ലേ, നമ്മളിപ്പോൾ ക്രിക്കറ്റ് പഠിക്കുമ്പോഴത്തേക്കിന്റെ ബേസിക്സ് പഠിച്ചിട്ടാണ് ക്രിക്കറ്റ് പഠിക്കുന്നത്. ഈ ഫുട്ബോളേഴ്സിനും അതിൻ്റെതായ ബേസിക്സ് ഉണ്ട്. നമ്മൾക്കിത് അറിയാതെ നമ്മൾ പോയി ഓടിപ്പോയി അതിന്റെ കാലിൽ ചവിട്ടുക, സ്പൈക്സുകളിൽ മാറ്റുക, കളിക്കുക, അങ്ങനത്തെ ഭയങ്കര റിസ്ക് ഉണ്ട്. ഇതിൽ ചില പ്ലേയേഴ്സ് വളരെ അവർക്ക് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഈ ഫുട്ബോൾ കളിക്കുന്നതിന്റെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർക്ക് അതിന്റെ ബേസിക്സ് കുറച്ച് അറിയായിരിക്കും. നമുക്ക് അറിയാത്തവരെ പോയി ഓടിപ്പോയി ചവിട്ടുക അങ്ങനെയൊക്കെ ഉണ്ടാവും. എസ്പെഷ്യലി അത് സംഭവിക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സ് ഓടിപ്പോയി അവർക്കൊരു എക്സ്ട്രാ എനർജി ഉണ്ടല്ലോ. ഓടിപ്പോകുമ്പോഴത്തേക്ക് മറ്റുള്ള കാലം തട്ടേനെ ചവിട്ടാനൊക്കെ പോകുമ്പോഴത്തേക്കുള്ള ഇഞ്ചുറി ഉള്ള റിസ്ക് ഉണ്ട്. അത് വളരെ നമ്മൾ അവരെ പ്ലേസിനെ വോൺ ചെയ്ത് മനസ്സിലാക്കി അതിനുള്ള റൂൾസ് ഉണ്ടാക്കി അതിൽ ചെയ്യാൻ അവരെ ശ്രമിക്കുക. ആൻഡ് അത്ലറ്റ്സ് മസ്റ്റ് ബി ക്ലോസ്ലി സൂപ്പർവൈസ്ഡ്. ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് വളരെ ക്ലോസ്ലി. നമ്മളൊരു ഡേ ടു ഡേ പെർഫോമൻസ് അല്ലെങ്കിൽ 2 to 3 months പെർഫോമൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ അവർ ക്ലോസ്ലി സൂപ്പർവൈസ് ചെയ്ത് ടൈമായിട്ട് നമ്മൾ അവർക്കുള്ള ഗൈഡൻസ് കൊടുക്കണം. ഇത് കോച്ചിന്റെ ഒരു മെയിൻ ജോലിയാണ്. അത് നമ്മൾ അപ്പോർട്സ് അല്ല ഡോണ്ട് നെഗ്ലക്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ആൻഡ് കോച്ച് ഷുഡ് നോ ഫസ്റ്റ് എയ്ഡ്. നമ്മൾ 100% വി ആർ നോട്ട് എ ഫിസിയോസ് എല്ലാം 4 to 5 years പഠിച്ചിട്ടാണ് ഇതിൽ കാര്യങ്ങൾ വരുന്നത്. അഗൈൻ ദേ വർക്കിംഗ് വിത്ത് ദ ടീം ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ജനറൽ നോഹോ വെൻ വി ആർ വർക്കിംഗ് വിത്ത് ദ ടീം അല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിയോസ് എന്തോ ചെയ്യുന്നതിനെ പറ്റി ഒരു ജനറൽ ഒരു അവയർനെസ് എടുത്തു വയ്ക്കുക. നമുക്ക് ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ എന്തെങ്കിലും മിനിമം ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്ത് അയാളെ എന്തെങ്കിലും എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് അവിടെ ആ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതൊരു ജനറൽ നോഹോ. നമ്മൾക്ക് ഡോണ്ട് ഡു ടു മച്ച്. നമുക്ക് ജനറൽ നോഹോ അപ്പൊ എന്തെങ്കിലും ചെറിയൊരു കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് മാത്രം ചെയ്ത് കൊണ്ടുള്ള ഒരു ജനറൽ ഐഡിയ, ജനറൽ അവയർനെസ് നമ്മൾ എടുത്തു വെക്കണം. നമ്മളത് കൂടുതൽ ചെയ്ത് അത് ചെയ്യാൻ പാടില്ല. അവനെന്തോ കൂടുതൽ ഇഞ്ചുറി വേഴ്സ് ആവാത്ത രീതിയിലുള്ള എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അതിനെ നോക്കിയിട്ട് നമുക്ക് ഡു ദ നെക്സ്റ്റ്. ഓക്കെ, ഡെവലപ്പ് ക്ലിയർ റിട്ടേൺ റൂൾസ് ഫോർ ട്രെയിനിങ് ആൻഡ് ജനറൽ കോണ്ടാക്ട്. ഡെവലപ്പ് റിയൽ റിട്ടേൺ റൂൾസ്. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്കൊരു നിങ്ങൾക്കും എവിടെ വരുന്ന ഒരു പ്ലെയർക്കും റൂൾ ഷുഡ് ബി സെയിം ആയിരിക്കണം. അല്ലാതെ അവർക്ക് ഒരു റൂൾ കോച്ച് വിൽ കം 6:45, പ്ലേയേഴ്സ് ഷുഡ് കം 6:30, അങ്ങനെയൊന്നുമില്ല. റൂൾ ഷുഡ് ബി സെയിം ഫോർ ഓൾ ട്രെയിനേഴ്സ് ആൻഡ് കോച്ചസ്. അങ്ങനെ ഒരു ജനറൽ കോണ്ടാക്ട്, ഒരു ബേസിക് എന്താ പറയുക പെരുമാറ്റച്ചട്ടം നമ്മളത് കറക്റ്റായിട്ട് എഴുതി കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് എഴുതി ഒരു പ്രോഗ്രാം റൂൾസ് ഉണ്ടാക്കി നമ്മൾ അതുപോലത്തെ രീതി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വിൽ ഗെറ്റ് റെസ്പെക്ട് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. അതാണ് ഏറ്റവും വലിയ സാധനം കിട്ടുന്നത്. കോച്ചസ് ഷുഡ് കീപ് ആഡിക്വേറ്റ് റെക്കോർഡ്സ്. നമ്മളൊരു താഴെ കുറെ പ്ലേയേഴ്സ് വർക്ക് ചെയ്യുന്നെങ്കിൽ അവരെ പറ്റി ഒരു ബേസിക് റെക്കോർഡ്സ് ചെയ്യണം. നമ്മളൊരു കാര്യം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് സംസാരിക്കും. അല്ലാതെ മൈൻഡിൽ വെച്ചിട്ട് ഒരു വേഗമായിട്ട് അല്ലെങ്കിൽ ഒരു അവിടെ ഇവിടെ ജസ്റ്റ് ഒരു ജനറൽ ടോപ്പിക് നമുക്ക് ജനറൽ ടോപ്പിക് ചെയ്യാൻ പറ്റും. ഒരു ടീം വരുമ്പോഴത്തേക്ക് നമ്മൾ ടീം ട്രെയിനിങ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ജനറൽ ചെയ്യാൻ പറ്റും. പക്ഷേ വെൻ യു കം ടു ഇൻഡിവിജ്വൽ നമ്മൾ അവൻ്റെ ഒരു ആഡ്വക്കേറ്റ് റെക്കോർഡ്സ് വെച്ച് അവൻ ചെയ്താൽ മാത്രമേ പെട്ടെന്ന് ഇമ്പ്രൂവ് ഉള്ളൂ. അല്ലെങ്കിൽ ടൈം നമ്മൾ ജനറൽ ആയിട്ടുള്ള ആസ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഇമ്പ്രൂവ് എടുത്തില്ല. 1-to-1 റെക്കോർഡ്സ് കീപ്പ് ചെയ്ത് അത് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇൻസ്റ്റന്റ് റിസൾട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേം റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇറ്റ് ടേക്ക് ടൈം. നമുക്കൊരു 2 months കൊണ്ട് കിടക്കേണ്ട സാധനം മേ ഗോ അപ് ടു 6 months 1 year പോയി. അത്രയും ടൈം ആ പയ്യന്റെ ഒരു പ്ലെയറുടെ ഒരു വാല്യൂബിൾ ടൈം നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, കോമൺ കോച്ചിങ് എറേഴ്സ്, criticizing in front of others, being dishonest, taking credit for others' work, being inaccessible, showing favoritism, criticizing other coaches in presence of their players. ക്രിട്ടിസൈസിങ് ഇൻ ഫ്രണ്ട് ഓഫ് അതായത് നമ്മൾ ഒരാളെ നെഗറ്റീവ് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലേ അത് അവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് കിട്ടില്ല. നമ്മൾ പോസിറ്റീവ് കാര്യം ചെയ്യാൻ പോകുന്നത് നെഗറ്റീവായി മാറും. അത് ചെയ്യാനേ എടുക്കില്ല. ക്രിട്ടിസൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി 1-to-1 വിളിച്ച് സംസാരിക്കുക. അത് കുറച്ചൊരു എഫക്ട്. ചില കാര്യങ്ങൾ ചില സമയത്ത് ചിലരടുത്ത് എഫക്റ്റീവ് ആയിരിക്കും. അത് നമ്മൾ എങ്ങനെ നോക്കുക. ചില കാര്യങ്ങൾ നമ്മൾ ക്രിട്ടിസൈസ് ചിലപ്പോൾ അവനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ
വളരെ ചെറുതായിട്ട് പറഞ്ഞ് എടുത്തിക്കുക. നമുക്ക് വളരെ സൂക്ഷിക്കാൻ സെൻസിറ്റീവ് ഉള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ യൂസ് ചെയ്യുക, സ്മാർട്ട് ഇന്റലിജൻസ് യൂസ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബീയിങ് ഡിസോണസ്റ്റ് ടു ദ വർക്ക്. നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ജോലിയോടൊരു നെറുകേട് അല്ലെങ്കിൽ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാഷ്വൽ പറ്റില്ല, എങ്ങനെയൊരു ഇതുപോലെ നമ്മളൊരു ഷുഡ് ബി സിൻസിയർ. ആണ് നേരത്തെ പറഞ്ഞ കുറച്ച് ഡിസിപ്ലിൻഡ് സിൻസിയറായിട്ട് കുറച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ഇതുണ്ട്. ഇതാണ് കോമൺ കോച്ചിങ് എറേഴ്സ് ഉണ്ട്. ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതാണ് എടുത്തു പറയുന്നത്. ടേക്കിംഗ് ക്രെഡിറ്റ് ഫ്രം അതേഴ്സ് വർക്ക്. ഒരു പ്ലെയർ നമുക്കൊരു പ്ലെയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഒരു പ്ലെയർ ഇന്ത്യ കളിക്കാനുണ്ട്, ഒരു ഡിസ്ട്രിക്ട്, സോൺ, സ്റ്റേറ്റ് ക്യാമ്പ്, സ്റ്റേറ്റ്, ഇന്ത്യൻ സോൺ, നാഷണൽ ക്യാമ്പ്, ഇന്ത്യ, അങ്ങനെ ഒരു 5-6 സ്റ്റെപ്സ് കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്ലെയർ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു പയ്യൻ ഒരാൾ ചെയ്യുമ്പോഴേ അവർ ചെയ്തതിനെ ഞാനാണ് ചെയ്തതെന്ന് ഒരു ക്രെഡിറ്റ് എടുത്ത് നമ്മളല്ല അക്സെപ്റ്റ് ചെയ്യേണ്ടത്. പ്ലേയേഴ്സ് ഷുഡ് ടെൽ വി ഹാഡ് ഡൺ ബെസ്റ്റ് ഫോർ ദം. അത് പറയാനല്ല, അല്ല ഞാൻ ചെയ്തു സെൽഫ് ബൂസ്റ്റിന്റെ കണ്ടും അതേ ഷുഡ് സേ ഹി ഹാഡ് ഡൺ എ വണ്ടർ ജോൾ. അതിനുവേണ്ടി ചെയ്യുക. നിങ്ങളുടെ കാര്യം നിങ്ങൾ കറക്റ്റായി ചെയ്യുക. അതർ തിങ്സ് വിൽ കം ഓട്ടോമാറ്റിക്കലി. അല്ല ഞാൻ ചെയ്തു നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഫുളിഷ് അപ്രോച്ച്. അതിന് ചെയ്യേണ്ടി വർക്ക് ചെയ്യാതിരിക്കുക. തിങ്സ് വിൽ കം. പ്ലേയേഴ്സ് പറയുക. അതാണ് കോച്ചസിന്റെ ഹൂ മേക്ക് കോച്ചസ്. നമ്മൾ കോച്ചസ് പ്ലേയേഴ്സ് ഉണ്ടാക്കുക, പ്ലേയേഴ്സ് കോച്ചസ് ഉണ്ടാക്കുക. അങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ട്. അതും നമ്മൾ പറഞ്ഞാൽ തീരാത്ത കാര്യമാണ്. ഇതൊക്കെ വളരെ ഈ ഒരു പാറ്റേണിൽ വരുന്ന ഒരുപാട് വളരെ ആൻസർ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ബീയിങ് ഇൻഅക്സസിബിൾ. ഒരു പ്ലെയർക്ക് എപ്പോഴാണ് നമ്മളെ വേണ്ടത്? വെൻ ദേ ആർ നോട്ട് പെർഫോമിങ് വെൽ. അപ്പൊ അവരെന്ത് ചെയ്യാം? ദേ വിൽ സീക്ക് സപ്പോർട്ട് ഓഫ് ദ കോച്ചസ് അല്ലെങ്കിൽ സീനിയേഴ്സ്. അപ്പൊ നമ്മൾ വിളിച്ചാൽ കിട്ടാതിരിക്കുന്ന അവർക്ക് ഭയങ്കര നെർവസും അവർക്ക് ഫ്രസ്ട്രേറ്റ് ആയി മാറും. അപ്പൊ അവർക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അവിടെ വിളിക്കാനുള്ള കൈത്തൻ ദൂരത്ത് കിട്ടണം, അല്ലെങ്കിൽ ബൈ ഫോണോ അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കും. ചില പ്ലേയേഴ്സ് ഉണ്ട്, നമ്മൾ സ്റ്റേറ്റസ് വരുമ്പോഴേ ചില പറയുന്നത്, സാർ എനിക്ക് സാറിന്റെ പേഴ്സണലി സംസാരിക്കണം, അവർ സാർ റൂമിലൂടെ വന്നിട്ട് ഒന്നുമില്ല, അവർ വന്നിട്ട് കുറെ കഥയെ പറഞ്ഞിട്ട് ഒന്നിന്റെ കാര്യം ചോദിച്ചിട്ട്, പക്ഷേ അവർക്കത് ഭയങ്കര കോൺഫിഡൻസ് ആണ് ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വി ആർ ദെയർ ടു ബാക്ക് നമ്മൾ ചിന്ത നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്ലേസ് പെർഫോമൻസ് ഓട്ടോമാറ്റിക് വരിക. അപ്പൊ അതിനുള്ള അക്സസിബിൾ ആയിട്ട് ഇരിക്കാൻ പാടില്ല. എപ്പോഴും അവർക്കൊരു അക്സസിബിലിറ്റി നമ്മളെപ്പോഴും ഉണ്ടാണ്, അപ്രോച്ചബിൾ ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ ഷോയിങ് ഫേവറിറ്റിസം. അത് ഒരിക്കലും ഷോയിങ് ഫേവറിറ്റിസം ഡോണ്ട് ഫേവർ എ പ്ലെയർ. അപ്പൊ ഈ ഒരു ഫേവറിസം ചെയ്യുമ്പോൾ അതർ പ്ലേയേഴ്സ് will feel bad and they will create negative impact on you. അതൊരിക്കലും ഫേവറിസം ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്ലേയേഴ്സ് ക്രിക്കറ്റ് ഈസ് എ ടീം ഗെയിം, നോട്ട് എ ഇൻഡിവിജ്വൽ ഗെയിം. അപ്പൊ ഒരു പ്ലെയറെ കൊണ്ടൊന്നും ഒരു ടീം ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളിപ്പോ മെയിൻലി വിൽ കോൺസെൻട്രേറ്റ് ഓൺ ബാറ്റേഴ്സ്. ബട്ട് ചില മാച്ചസിലെ ക്രൂഷ്യൽ ടൈറ്റ് മാച്ചസിൽ 7 വിക്കറ്റ്സ് 6 വിക്കറ്റ്സ് പോകുമ്പോഴാണ് ടേലിൻഡേഴ്സ് 8, 9, 10 വന്നിട്ടാണ് ബാറ്റ് ചെയ്ത് റണ്ണടിച്ച് കളിയിപ്പിക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴേ നമ്മളെപ്പോഴും ഫേവറിസം പോലെ, ഞാനത് വ്യത്യാസം പറഞ്ഞാണ്, നമ്മൾ കുറെ പർട്ടിക്കുലർ ആൾക്കാർ ഒരാളെ മാത്രം നമ്മൾ ഫേവർ ചെയ്യുന്നു. അയാൾ ആ ബോൾ ഔട്ടായി പോയി, ഇന്ത്യ ഒരു മാച്ച് ഔട്ടായി പോയി, പിന്നെ ഡക്കൽ ഔട്ടായി പോയി, എന്നാൽ നമ്മൾ കളി വിടുമോ? ഇവിടെ അടുത്തവരും ചെയ്യും. നമ്മൾ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് ഈക്വൽ റോൾ കൊടുത്താൽ ടീമിന്റെ പെർഫോമൻസ് ഭയങ്കര വ്യത്യാസമുണ്ട്. ഈസ് നോട്ട് ആൻ വൺ മാൻ ഷോ നടത്താൻ പറ്റിയ ഗെയിമല്ല ടീം ഗെയിമല്ല ക്രിക്കറ്റ്. അപ്പൊ എല്ലാവർക്കും അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. Don't show favoritism, support everyone. Okay. Criticizing other coaches in presence of their players. അത് വേറൊരു ഈഗോയിസ്റ്റ് പീപ്പിൾ ചെയ്യുന്ന കാര്യമാണ്. ക്രിട്ടിസൈസ് ചെയ്യുക അത് മറ്റു കോച്ചസിനെ. നമ്മൾ എല്ലാവർക്കും സ്ട്രെങ്തും വീക്ക്നെസ് എല്ലാവരും ഉണ്ടാവും. നമ്മൾ മറ്റേ കോച്ചസിനെ പ്ലേയേഴ്സിനെ ഫ്രണ്ട് അവന് പോകാൻ പറയും, അവനൊന്നും അറിയില്ല, ആ രീതിയിലുള്ള സംസാരം ദാറ്റ് വിൽ ക്രിയേറ്റ് നെഗറ്റീവ് ആണ്. അവരെ പ്ലേസ് ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇതാണെന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിയുള്ള ഒരു വാല്യൂ അവിടെ പോവുകയാണ് ചെയ്യുന്നത്, കൂടുതൽ പോവുക. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ടു പോസിറ്റീവ്. നമ്മുടെ ഫിലോസഫിയിൽ ഇതൊക്കെയാണ് ഫിലോസഫിയിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഫിലോസഫി കോച്ചസ് നമ്മളൊരു സെൽഫ് ഫിലോസഫി ഇത് ചെയ്ത് അതിൽ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഡോൺ ക്രിറ്റിസൈസ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ എന്ന് നോക്കുക ചെയ്യേണ്ടത്. ഓക്കെ, മറ്റുള്ളവരെ പറ്റി ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് അതേഴ്സ്, ഡു അവർ ബെസ്റ്റ്. അതാണ് നോക്കുക. ഓക്കെ, കോച്ചിങ് ഈസ് ആസ് മച്ച് ആൻ ആർട്ട് ആസ് ഇറ്റ് ഈസ് എ സയൻസ്. കോച്ചിങ് എന്നുള്ളത് ഒരു കലയാണ്. നമുക്ക് ഈ ഒരു ഇൻബോൺ ആയിട്ടുള്ളൊരു ടാലന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു നാച്ചുറൽ അവനൊരു നാച്ചുറൽ പ്ലെയർ ആണ്. അല്ലെങ്കിൽ നമുക്കൊരു നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു
പേഷ്യൻസ്, കോൺഫിഡൻസ്, ഡിസിപ്ലിൻ, ഇങ്ങനെ ഒരു 12 ഫാക്ടേഴ്സ്, അതിൽ ക്വാളിറ്റി, അതെല്ലാം കൂടെ റോളിൽ ഓഫ് കോഴ്സിൽ ഇത്. അതുകൊണ്ട് ഈ ഫസ്റ്റ് ഡേ തന്നെ റോൾ ഓഫ് കോഴ്സ് ക്ലാസ് ഒക്കെ തന്നെ ബേസിക്കലി ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങൾ ഇതിന്റെ സ്കില്ലിൽ നമുക്ക് പിടിച്ചിരിക്കുള്ളൂ. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം. ഇതിൽ ഇപ്പൊ സ്കിൽ പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ ഒരുപാട് ബയോമെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ് എല്ലാം വന്നു, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരണമെങ്കിൽ ഇതൊരു ഇതാണ് നമുക്കൊരു അതിനുള്ളൊരു അഫെക്ഷൻ അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലുണ്ട്. അപ്പൊ നമ്മളത് ആ ഒരു സാധനം ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ അതും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു നല്ലൊരു കോച്ചായിട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ സ്റ്റിക്ക് ഓൺ വിത്ത് ഓൾ ദീസ് തിങ്സ്, ട്രൈ ടു ഡു യുവർ ബെസ്റ്റ്, ലേൺ എവറി ഡേ സംതിങ് ആൻഡ് ടീച്ച് അതേഴ്സ്. ഒരാളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു ആർ ലേണിംഗ് സംതിങ്. വെൻ യു ആർ ടീച്ചിങ് സംവൺ, ഓട്ടോമാറ്റിക് യു ആർ ലേണിംഗ് സംതിങ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് എല്ലാവരും ഒന്ന് കറക്റ്റായി ഫോളോ ചെയ്യണമെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് സ്പീഡിലാണ് സംസാരിക്കുന്നത്, അപ്പൊ എത്രത്തോളം എല്ലാവർക്കും അത് കേട്ടിട്ടുണ്ടാവുന്നുള്ളത് മനസ്സിലാവുന്നു. ഇനിവേ ഫെർദർ വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോഴേ നിങ്ങൾക്ക് എൻ്റെ ഒരു ആ ഒരു സംസാരിക്കുന്ന ഒരു ഇത് നിങ്ങളൊരു ബെറ്റർ ആയിട്ട് മനസ്സിലാവാനുള്ള ഒരു ഇതുണ്ടാവും. ഓക്കെ, താങ്ക് യു ടിനു. Thank you, Rajagopal sir. I think it was a brilliant class. Rajagopal sir അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിച്ച, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്ത്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ടിനു. താങ്ക് യു. ഇത് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ആ ഫീൽഡിൽ ചെന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ്, ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഫീൽഡിൽ ചെന്ന് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ചാലഞ്ചസ് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അത് കുറെയൊക്കെ റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. രാജഗോപാൽ സാർ പറഞ്ഞത് ഈ നമ്മൾ ഇനി സ്കില്ലിലേക്ക് കടക്കുകയാണ്. നമ്മൾ ബാറ്റിംഗ്, ബോളിംഗ്, ഫീൽഡിംഗ് എല്ലാ സ്കില്ലിലേക്ക് കടക്കുകയാണ്. പക്ഷെ ഈ സ്കില്ല് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ ക്വാളിറ്റീസ് ഒക്കെ വേണം. നമുക്ക് അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കാം, പക്ഷെ ആ കുട്ടിയിൽ അതൊരു വ്യത്യാസം കൊണ്ടുവരുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ ഗെയിമിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലും ഒരു വ്യത്യാസം കൊണ്ടുവരുന്നുണ്ടോ എന്നാണ് ഒരു കോച്ചിന്റെ ചുമതല. അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് പഠിപ്പിക്കും, തീർച്ചയായിട്ടും അവർ ക്രിക്കറ്റിൽ ജയിക്കണം, അവര് ഇന്ത്യക്ക് കളിക്കണം, അതെല്ലാം അനിവാര്യമാണ്, സംശയമില്ല. പക്ഷെ കോച്ചിങ്ങിൽ കൂടെ നമ്മൾ ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ്, ജീവിതത്തെ വാർത്തെടുക്കുകയാണ്. അങ്ങനെ പല ചുമതലകളും ഒരു കോച്ചിന്റെ അടിയിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ തന്നെയാണ് ഈ ക്ലാസ് നമ്മൾ ആദ്യം തന്നെ വെച്ചത്. ഈ ക്ലാസ് ആണ് ഞങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആയിട്ട് ഈ കോഴ്സിൽ കരുതുന്നത്. ഓക്കെ, റോൾ ഓഫ് എ കോച്ച്. അപ്പൊ അത് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് ഇതിനോട് റിലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അധികം സമയം ഞാൻ എടുക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ഒരു 10 മിനിറ്റ് കടന്നിട്ടുണ്ട്. എല്ലാവരും ഒരു പെട്ടെന്നൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ച് ബാറ്റിങ്ങിലേക്ക് വരാം. ഓക്കെ, സോ നോട്ട് മോർ ദാൻ 2 or 3 മിനിറ്റ്സ് നമുക്ക് എടുത്തിട്ട് തിരിച്ച് ബാറ്റിംഗ് ബേസിക്സിലേക്ക്, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്ലാസ് ആണ്. ബാറ്റിംഗ് ബേസിക്സിലേക്ക് അരുൺ സാറിന്റെ കൂടെ നമുക്ക് കടന്നു വരാം. Okay, we'll take a quick break and come back for batting. Thank you.